അപ്പോൾ ഓർമ്മയുള്ള ഒരു കാര്യമുണ്ട്. ഒരിക്കൽ അത് എൻ്റെ പ്രാദേശിക സഭയിൽ പ്രായമുള്ള ഒരു സഹോദരനെ ഇടയ്ക്കിടയ്ക്ക് പറയും. അന്ന് മിക്കപ്പോഴും ഈ യോഗത്തിനൊക്കെ വരുന്ന ഒരു സഞ്ചാര സുവിശേഷകൻ അച്ചായനുണ്ടായിരുന്നു. അപ്പോൾ അച്ചായനോടൊരു ഞങ്ങളുടെ ഒരു കൺവെൻഷനിൽ പ്രാരംഭമായിട്ട് പ്രാർത്ഥിക്കാനായിട്ടൊരു അവസരം കൊടുത്തപ്പോൾ അച്ചായന് ആ പ്രിയപ്പെട്ട സുവിശേഷകൻ പ്രാർത്ഥിച്ചു തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു: എൻ്റെ കർത്താവേ, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച് മിച്ചമുള്ളത് 12 പേരുടെ തലയെ വെച്ച് കൊടുത്ത് അവരെയും കൊണ്ട് ചുമപ്പിച്ച് അതുകൊണ്ട് 12 മുക്കവക്കുടിയിൽ കാത്തിരുന്ന പാവം പിടിച്ച പട്ടിണി പാവങ്ങളായ കുറേ മുക്കവ പിള്ളേരുടെ പട്ടിണി മാറ്റിയ ഞങ്ങളുടെ കർത്താവിൻ്റെ എന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന തുടങ്ങിയത്. നല്ല വാക്കാ. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച് മിച്ചം വന്നത് 12 കൊട്ട എടുപ്പിച്ച് അത് അവന്മാരെയും കൊണ്ട് ചുമപ്പിച്ച് അതുമായിട്ട് മുക്കവക്കുടിയിൽ കാത്തിരുന്ന അച്ചായനെപ്പം വരുമെന്ന് നോക്കിയിരുന്ന പിള്ളേരുടെ പട്ടിണി മാറ്റിയ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന വാചകം ഇന്നും പലരും പറയുന്നു. അപ്പോൾ ഒരു കാര്യം, ദരിദ്രൻ്റെ പക്ഷത്തായിരുന്നു എന്നും ക്രിസ്തു. അതുകൊണ്ടാണ് ലൂക്കോസ് പറയുക, ദരിദ്രർ എന്താണ്? ഭാഗ്യവാന്മാരാണ്. എന്നും ദരിദ്രൻ ഭാഗ്യവാൻ എന്ന് നമുക്ക് വേദപുസ്തകം പറയുന്നത് എന്തുകൊണ്ടാണ്? ബൈബിള് നമുക്ക് തരുന്ന ഒരു കൗണ്ടർ കൾച്ചറുണ്ട്. ബൈബിളിൻ്റെ ഒരു കൗണ്ടർ കൾച്ചർ എപ്പോഴും നമുക്ക് കാണാൻ കഴിയും. യഹോവയുടെ ദരിദ്രരെക്കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോഴും ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇന്നും നോക്കുമ്പോഴും കാണാൻ കഴിയും. പങ്കുവെച്ച് ദരിദ്രരായി മാറിയ ഒത്തിരി പേരുണ്ട്. അവരുടെ കൈകളിൽ ഒരിക്കലും പൈസ കാണത്തില്ല. അങ്ങനെയുള്ള ഒത്തിരി പേരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അവരെ നോക്കി നമുക്ക് വിളിക്കാൻ കഴിയുന്നത് യഹോവയുടെ ദരിദ്രരാണ്. പൈസ ഇല്ലാഞ്ഞിട്ടല്ല, പൈസ വരാഞ്ഞിട്ടല്ല, പക്ഷെ പങ്കുവെച്ച് ദാരിദ്ര്യം ശീലിച്ച ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ യഹോവയുടെ ദരിദ്രരാണ്. അപ്പോൾ ഇവിടെയാണ് വചനത്തിൻ്റെ വാക്കുകളുടെ ശക്തി. ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങൾക്കുള്ളതായി. മനുഷ്യരെല്ലാം തന്നെ ദാരിദ്ര്യം മാറ്റാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ്, ഒരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്കാണ് മനുഷ്യരെല്ലാം ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിന് മുമ്പാകെ പ്ലസ് ടു അല്ല, അന്ന് പ്രീ ഡിഗ്രി ഒക്കെയാണ്. പ്രീ ഡിഗ്രി പാസ്സാകുന്നവരെക്കാട്ടിലും കൂടുതൽ പ്രീ ഡിഗ്രി തോക്കുന്നവരുടെ എണ്ണമായിരുന്നു കൂടുതൽ. പ്രീ ഡിഗ്രി കൊണ്ട് പലരുടെയും വിദ്യാഭ്യാസം അവസാനിക്കും. 10 പാസ്സായി, പിന്നെ പ്രീ ഡിഗ്രിക്ക് ചെല്ലുമ്പോൾ ഇംഗ്ലീഷ് കിട്ടി ഇല്ല, മലയാളം കിട്ടി, സബ്ജക്റ്റ് പോയി. പിന്നെ ഇങ്ങനെ നടക്കുമ്പോൾ മിക്ക പിള്ളേരും, അന്നത്തെ ചെറുപ്പക്കാർ ഇങ്ങനൊരു പേപ്പർ കയ്യിൽ ഇങ്ങനെ ചുരുട്ടി, ഓർമ്മ കാണും, ഞാനും പോയിട്ടുണ്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞ ഒരു സമയത്ത്, പേപ്പറും ചുരുട്ടി ഒരു പോക്കുണ്ട്. എവിടെയാണെന്നറിയാമോ? എല്ലാ ഗ്രാമത്തിലും ഏതെങ്കിലും ഒരു മേളിൽ ഒരു കിട്ടോ എന്ന് കേൾക്കുന്ന ഒരു സ്ഥാപനം കാണും, ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ്. അവിടെ പേപ്പറും ചുരുട്ടി ഒരു പോക്ക്. അവിടെ ചെന്ന് ഈ പേപ്പർ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇതൊക്കെ അടിച്ചു തുടങ്ങും. ASDFG സെമിക്കോളൻ, ബാക്കി മറന്നുപോയി. ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കൈവക്കിക്കേ. അതാണ് സംഭവം. ASD അത് പഠിച്ചവർക്ക് ഇന്നും കമ്പ്യൂട്ടർ പെട്ടെന്ന് ഉപയോഗിക്കാൻ അത് പഠിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, അത് കഴിഞ്ഞ ഉടനെ നമുക്ക് ജോലിയൊക്കെ കിട്ടും. എങ്ങോട്ട് പോയാൽ മതി. കൂടുതലും പേരും പോയത് അത് പാസ്സായ ഉടനെ എങ്ങനെയെങ്കിലും ആരെയെങ്കിലും പിടിച്ച് ഏതെങ്കിലും ഒരു കണക്ഷൻ പിടിച്ച് ഒന്ന് ഡൽഹിക്ക് KKA കയറി. ഡൽഹി യാത്ര ഭയങ്കര സുഖമുള്ളൊരു യാത്രയായിരുന്നു. 3 ദിവസത്തെ, ഞാനും പോയിട്ടുണ്ട് ഡൽഹിക്ക്. 3 ദിവസത്തെ KK യാത്ര. എന്ത് നല്ല ബന്ധം ഉണ്ടാകും. 3 ദിവസം കൊണ്ട് വളിക്കാത്ത നാരങ്ങാച്ചോറും ഡ്രൈ ആയിട്ടുള്ളതൊക്കെ എടുത്തുകൊണ്ട് കയറുമ്പോൾ പങ്കുവെച്ചും പരിചയപ്പെട്ടും കല്യാണം വരെ നടക്കും ഈ യാത്രയിൽ. അങ്ങനെ ഒരു യാത്രയാണ് 3 ദിവസത്തെ ഡൽഹി യാത്ര. ഭയങ്കര നല്ല ബന്ധം ഉണ്ടാകും. ഇതിനിടയ്ക്ക് കുറേ കല്യാണാലോചനകളും കാര്യങ്ങളും എല്ലാം നടന്ന ഡൽഹിയിലേക്കുള്ള യാത്ര. എന്തിനാണ്? നഗരങ്ങൾ നമ്മളെ വാടി വിളിച്ചു. അതിനു മുമ്പ് കുറേ പേർ 1.5 ദിവസം മാത്രം യാത്ര ചെയ്ത മുംബൈയിലേക്ക് പോയി. അന്നത്തെ ബോംബെ നമ്മളെ മാടി വിളിച്ചു. കുറേ പേര് ചെന്നൈയിലേക്ക് പോയി. എന്തിനാന്ന് ചോദിച്ചാൽ, ഗ്രാമങ്ങളുടെ അവികസിതമായ സാഹചര്യവും നഗരങ്ങളുടെ ജോലി സാധ്യതകളും, പുഷിങ് ആൻഡ് പുള്ളിങ് ഫാക്ടേഴ്സ് ഓഫ് അർബനൈസേഷൻ. ഇവിടെ ഈ സോഷ്യൽ ഇതിൻ്റെയൊക്കെ പഠിക്കുമ്പം നിങ്ങൾ പഠിക്കുമായിരിക്കുമല്ലോ, BDക്കൊക്കെ പഠിക്കുന്നൊരു ഫാക്ടേഴ്സാണ് അർബനൈസേഷൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ അന്ന് പുഷിങ് ആൻഡ് പുള്ളിങ് ഫാക്ടേഴ്സാണ് അവരെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. എന്തിനാണ് പോയത്? മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം. അവിടുന്ന് ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നൊക്കെ വന്ന മക്കളെ നമ്മൾ ഒത്തിരി ആദരവോടെ കണ്ടു. കാരണം അവർക്ക് ഹിന്ദി അറിയാമായിരുന്നു. അവർ നല്ലപോലെ ഹിന്ദി പറഞ്ഞപ്പോൾ എന്തോ ബുദ്ധിയുള്ള പിള്ളേരാണ്. അവർക്ക് ഹിന്ദിയും അറിയാം, മലയാളം അറിയാം. കാലം മുമ്പോട്ട് പോയപ്പം പിന്നെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിന് വേണ്ടി പ്രവാസി മലയാളികളായ ഒത്തിരി പേരുണ്ട് ഗൾഫിലേക്ക് യാത്രയായി. അതിനുശേഷം മുമ്പ് കുറച്ച് പേര് അമേരിക്കയിൽ പോയി. പിന്നെ ഗൾഫ് നമ്മളെ മാടി വിളിച്ചു. ഇന്നും ഗൾഫിൽ സാധ്യതകളുണ്ട്.
ഗൾഫിൽ പോകുന്നതാണ് വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് നല്ലതാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്നാ കാര്യം ചോദിച്ചാൽ, വിദേശത്ത് പാശ്ചാത്യ നാട്ടിൽ പോകുന്നവർ മിക്കവാറും ദശാംശം സഭയെ തരാറില്ല, കാരണം അവരവിടെ കൂടും. പക്ഷേ ഗൾഫിൽ പോകുന്നവർ പിന്നെയും വല്ലതൊക്കെ അയച്ചു തരും. കാരണം അവർക്കറിയാം അവർക്ക് പിന്നെ ഇവിടെ തിരിച്ചു വരേണ്ടതായതുകൊണ്ട് മെമ്പർഷിപ്പൊക്കെ കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഗൾഫുകാരാണെന്ന് ഞാൻ പറഞ്ഞാൽ അമേരിക്കക്കാരെന്നോട് പിണങ്ങല്ല കേട്ടോ. കാരണം അവരവിടെ സെറ്റിലാകും. ഗൾഫുകാരാണെങ്കിൽ അവർക്കറിയാം കുറച്ചുകൂടെ നാടുമായിട്ട് 4 മണിക്കൂർ കൊണ്ടൊരാവശ്യം ഉണ്ടെങ്കിൽ പറന്നെത്താവുന്ന ദൂരത്തിൽ അവരിങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും ഗൾഫിലേക്ക് പോയി എന്തിനാണ്? മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം തേടി. ഇപ്പം കാലം മുമ്പോട്ട് പോയി. ഇപ്പം കഴിയുന്നത്, പണ്ട് ഡിഗ്രി കഴിഞ്ഞവരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് പോയി പഠിക്കാനും ഒക്കെ പോയി. ഇപ്പം +2 കഴിയുമ്പോഴേ എല്ലാം പോവുകയാണ്. എങ്ങോട്ട് പോവുക? ഒന്നീ പോകുന്നു കാനഡയ്ക്ക് പോകുന്നു, അമേരിക്കയിൽ പോകുന്നു, UK പോകുന്നു, എന്തിനേറെ ജർമ്മനി, നെതർലൻഡ്, ഒരിക്കലും കേൾക്കാത്ത രാജ്യങ്ങളുടെ പേരൊക്കെ നമ്മളെല്ലാം കേൾക്കാൻ തുടങ്ങി. പിള്ളേരെല്ലാം പോവുകയാണ്. എല്ലാ ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞാൽ 7ാം ക്ലാസ് കഴിയുമ്പോഴേ പോകും. നോക്കിക്കോ, 7ാം ക്ലാസ് കഴിഞ്ഞാൽ ഇപ്പം +2 കഴിഞ്ഞപ്പം തുടങ്ങി, ഇനിയും 10 കഴിയുമ്പം പോകും. കുറച്ച് കഴിയുമ്പോൾ 7 കഴിയുമ്പോഴേ എല്ലാം പറക്കുമായിരിക്കാം. അങ്ങനെ പറന്നു പോയാൽ ഇവിടെ പിന്നെ പിള്ളേരുണ്ടാകുമോ എന്നുള്ളതാണ് വലിയൊരു വിഷയം. ഏതായാലും എല്ലാവരും പോവുകയാണ്. എന്തിനാണ് ഈ യാത്രകളെല്ലാം? ഒറ്റ കാര്യത്തിന് വേണ്ടിയാ. എങ്ങനെയെങ്കിലും എന്തില്ലാതാക്കണം? ദാരിദ്ര്യമില്ലാതെ. എന്തിനാ പോകുന്നത്? ഇവിടെ നിന്നിട്ട് എന്തോ ചെയ്യാനാ എന്നാണ് ചോദിക്കുക. ഇവിടെ നിന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചുമ്മാതൊരു സൈക്കിളും തള്ളി ചായയും ഉഴുന്നുവടയും ഉണ്ടാക്കി കൊടുത്താലും ഒരു ദിവസം 5000 രൂപ വരെ ഉണ്ടാക്കാം. മിടുക്കരാണെങ്കിൽ ഒത്തിരി കാര്യം ചെയ്യാനുണ്ട്. പക്ഷേ എല്ലാവരും പോവുകയാണ്. ഓട്ടത്തിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മെച്ചപ്പെട്ട ഒരു ജീവിത സാഹചര്യം തേടി മനുഷ്യരെല്ലാം ഇങ്ങനെ പോകുമ്പോൾ ദരിദ്രൻ എന്നും ഭാഗ്യവാൻ എന്നുള്ള വേദപുസ്തക വാക്കുകൾക്ക് വളരെ ശക്തിമത്തായ ഒരു കാര്യമുണ്ട്. ബൈബിൾ ഗീവ്സ് us എ കൗണ്ടർ കൾച്ചർ. വേദപുസ്തകം ഒരു പ്രതിസംസ്കാരം നമുക്ക് നൽകുകയാണ്. ദാരിദ്ര്യം മനുഷ്യന് ദുഃഖമാണ്, പണമാണ്. അതുകൊണ്ടാണ് ദീപസ്തംഭം മഹാചര്യം. അടുത്തത്, എനിക്കും കിട്ടണം പണം. അറിയാം, ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം. എങ്ങനെയെങ്കിലും ദാരിദ്ര്യം മാറ്റാനായിട്ടുള്ള ഓട്ടത്തിൽ നെട്ടോട്ടമോടുന്ന മനുഷ്യർ. എന്തിനേറെ നമ്മുടെ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ തന്നെ ദാരിദ്ര്യം മാറ്റുന്ന ഒരു ക്രിസ്തുവിനെ കൊണ്ട് വെക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വചസ്സുകൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. ദരിദ്രരായ നിങ്ങൾ ആരാണ്? ഭാഗ്യവാന്മാരാണ്. കുറേ നാളുകൾക്ക് മുമ്പ് കോളേജിൽ പഠിക്കുന്ന സമയം, അന്ന് ഡിഗ്രിക്ക് പഠിക്കുമ്പം അന്ന് കൂട്ടത്തിലുണ്ടായിരുന്നൊരു കസിൻ, സ്കൂൾ ലൈഫിലുണ്ടായിരുന്നൊരു കസിന് അവിടുന്ന് അങ്ങ് വിദേശത്ത് പോയി. അവർ ഭയങ്കര ഇമ്മൻസിലി റിച്ചാണ്, ഭയങ്കര ബിസിനസ്സുകാരാണ്. വിദേശ മലയാളികൾ ലോകമെമ്പാടും ബിസിനസ് ശൃംഖലയൊക്കെ ഉണ്ടായിരുന്ന കാശിട്ട് അമ്മാനമാടിയ അന്നത്തെ അവരുടെ ഒരു കാലം. അവിടുത്തെ എൻ്റെ പ്രായമുള്ള എൻ്റെ സുഹൃത്ത് നാട്ടിൽ വന്നു. അപ്പോൾ എല്ലാവരും കോളേജിലുള്ളത് കൊണ്ട് അന്ന് കോളേജിൻ്റെ ഒരു സ്റ്റൈലുണ്ട്, പുറത്തുനിന്നുള്ളവരെ അകത്ത് കയറ്റാത്തൊരു കോളേജാണ്. എന്നാലും അകത്ത് ആളുണ്ടെങ്കിൽ ഇവർ പുറത്തുനിന്ന് അകത്ത് കയറി ഷൈൻ ചെയ്യും. അപ്പോൾ അങ്ങനെ അവൻ വരും. അവൻ രാവിലെ ഒരു ബൈക്കേ വരും. എന്നെ സ്റ്റൈലിലൊരു വരവുണ്ട്. പിള്ളേരെല്ലാം ഇങ്ങനെ വരുമ്പം അവനിങ്ങനെ വരും. ഉച്ചയ്ക്ക് അവനൊരു ജീപ്പേ വരും, വൈകിട്ട് അവനൊരു കാറേ വരും. ഇവൻ വണ്ടി ഇങ്ങനെ മാറി മാറി വരികയാണ്. എന്നിട്ടോ കോളേജ് ക്യാൻറ്റീനിലോട്ട് വന്നാൽ ചോദിക്കുന്നവർക്കെല്ലാം ഫുഡാണ്. അന്ന് നമ്മൾ ചോദിക്കുമ്പം പെറോട്ട ഉണ്ട്, എന്തോ ഉണ്ട് കഴിക്കാൻ? പെറോട്ട ഉണ്ട്, അപ്പം ഉണ്ട്, ഇങ്ങനെ ലിസ്റ്റ് പറഞ്ഞിട്ട് ചോദിക്കും കറി എന്തോ ഉണ്ട്. കറി തുടങ്ങുന്ന എവിടെ ചെന്ന് കറി ചോദിച്ചാൽ അവർ തുടങ്ങും മട്ടൻ ചാപ്സ്, മട്ടൻ അത്, പിന്നെ ചിക്കൻ, പിന്നെ ബീഫ്, പിന്നെ ഫിഷ്, പിന്നെ ഏറ്റവും ഒടുവിലെ കടലക്കറി പറയത്തുള്ളൂ. ആദ്യം തൊട്ട് മട്ടൻ തൊട്ടാണ് ഇങ്ങനെ പറയും. ഇതെല്ലാം കേട്ടിട്ട് അവസാനം നമ്മൾ ചോദിക്കും ചാറുണ്ടോ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ പൊറോട്ടയും 2 ചാറും കഴിക്കുന്ന ഒരു സമയം, അതിന് ചാറിന് കാശ് വേണ്ടായല്ലോ, മറ്റേന് കാശ് വേണം. അന്നേരമാണ് ഇവൻ വന്ന് ബീഫ് ഫ്രൈ എല്ലാം മേടിച്ച് കൊടുക്കുന്നു, കൊക്കോക്കോള മേടിച്ച് കൊടുക്കുന്നു, കാശിട്ടിങ്ങനെ അമ്മാനമാടുകയാണ്. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ തോണ്ടിട്ട് പറഞ്ഞ് കാണാ തമ്പുരാൻ ഇവൻ്റെ തലയെ വരച്ചത് നമ്മുടെ എവിടെങ്കിലുമൊക്കെ ഒന്ന് വരച്ചായിരുന്നെങ്കിൽ നമ്മുടെ ഗതി എന്തുവായിരുന്നേനെ. അപ്പം മനുഷ്യൻ ഭാഗ്യവാനാണെന്ന് ആര്? ദരിദ്രൻ. സമ്പന്നമുള്ളവൻ ഭാഗ്യവാനാണ്. വേദപുസ്തകം പറയുന്നു ദരിദ്രരായ നിങ്ങൾ ആരാണ്? ഭാഗ്യവാന്മാരാണ്. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, ദരിദ്രരായ നാം ആരാണ്? ഭാഗ്യം. എന്തുകൊണ്ടാണ് ദരിദ്രൻ ഭാഗ്യവാനാണെന്ന് പറയുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ദാരിദ്ര്യത്തിലാണ് നമ്മൾ യേശുവിനെ കൂടുതലായിട്ട് അറിയാൻ കഴിയുക. അതാണ് അതിൻ്റെ സത്യം. ദരിദ്രൻ എന്നും ഭാഗ്യവാനാണെന്ന് പറയും. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന മറ്റൊരു വാക്കുണ്ട്, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവർ എന്ത് ചെയ്യട്ടെ? പ്രാർത്ഥിക്കട്ടെ. സുഖം അനുഭവിക്കുന്നവർ എന്ത് ചെയ്യണം?
പാട്ട് പാടണം. സത്യമാണ്. പാട്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ പാട്ടല്ല, സുഖമനുഭവിക്കുന്നവർ പാട്ട് പാടും. ഞാൻ എല്ലാ മക്കളോടും പറയാറുണ്ട്, നമ്മളിപ്പം വല്ല ബർത്ത്ഡേ പാർട്ടിക്കോ കല്യാണത്തിനോ എന്തിനേറെ പെരവാസ്തോലിക്കോ ഒക്കെ പോയാൽ ഇത് കഴിഞ്ഞിട്ട് നമ്മളങ്ങ് പെട്ടെന്ന് സ്കൂട്ടായിക്കണം. നമ്മുടെ ശുശ്രൂഷ കഴിഞ്ഞാൽ അവിടെ സ്ഥലം കാലിയാക്കുന്നതാണ് നല്ലത്. അവിടെ നിന്നാൽ നമുക്ക് ചിലപ്പം പണി കിട്ടും. എന്നാ കാര്യം ചോദിച്ചാൽ, നമ്മൾ പോയില്ലെങ്കിൽ നമ്മളങ്ങോട്ട് പോകാൻ നോക്കിയിരിക്കും ഈ പിള്ളേരെല്ലാം കൂടെ DJ പാർട്ടി ചെയ്യാൻ. അവർ പറയും ഫ്രണ്ട്സാണ്, സർക്കിളാണ്, നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല ചില സമയം. നമ്മൾ എത്ര അതിനും ഭേദം അങ്ങ് പോവുകയാണ് നല്ലത്. കാരണം വഴക്കുണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, DJ പാർട്ടി എന്ന് പറയുമ്പോൾ പാട്ട് പാടും. പാലാപ്പള്ളി തിരുപ്പള്ളി എന്നൊക്കെ പറയുന്ന പാട്ടൊക്കെ അങ്ങോട്ട് ഇട്ടാൽ ഇളകി ആടും പിള്ളേർ. പക്ഷെ പലപ്പോഴും പാടാൻ കൊച്ചു പിള്ളേർ പാടുന്ന കണ്ട ഒരു രസമുണ്ട്. ഇത് 10, 50, 55 ഉള്ള അമ്മച്ചിമാരൊക്കെ കയറി ഇന്നങ്ങ് പാടി തുള്ളുക. എല്ലാം ചിലതൊക്കെ ഇങ്ങനെ ഇച്ചിരി അടിച്ചിട്ടൊക്കെ പാടുമെന്നാണ് പറയുന്നത്. എന്നാലും ഇതൊക്കെ ആരാന്നറിയോ? ഈ പാടുന്ന എല്ലാം നോക്കിക്കോണം, സുഖസമ്പന്നതയിൽ നിൽക്കുന്നവരാണ് പാട്ട് പാടുന്നതും തുള്ളുന്നവരും. കഷ്ടം അനുഭവിക്കുന്നതിന് അപ്പം യോഗത്തിൽ ഇരുന്നു കൊണ്ട് മുട്ടുമടക്കി പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു പരിധി വരെ നമ്മുടെ ദാരിദ്ര്യമാണ് യേശുവിനെ അറിയാനായിട്ട് നമുക്കൊത്തിരി ഭാഗ്യം ലഭിക്കുക. അതുകൊണ്ടാണ് വചനം പറയുക, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ എനിക്ക് നിങ്ങൾക്ക് എന്നെ കുറച്ചുകൂടെ അനുഭവിക്കാൻ കഴിയും. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഞാൻ പറയുന്നത് മനസ്സിലാകും. നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്നെ ഹൃദ്യമായിട്ട് അനുഭവിക്കാൻ കഴിയും. ദാരിദ്ര്യത്തിൻ്റെ ലോകത്ത് അനുഭവിക്കുന്ന ക്രിസ്തു. ദാരിദ്ര്യമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ ദിവസങ്ങളൊക്കെ ഞാൻ ചിന്തിക്കുന്ന ഒരു ഭാഗം നമ്മുടെ മനസ്സിലേക്ക് വരിക സാമ്പത്തികമായ ദാരിദ്ര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. പക്ഷേ അതുമാത്രമാണോ ദാരിദ്ര്യം? അത് മാത്രമല്ല ദരിദ്രം. ദേവദോസം പറയും, ഞാനൊരു കമ്മ്യൂണിറ്റി അവശേഷിപ്പിക്കും, ഒരു എളിയ ശേഷിപ്പ്. സെഫന്യാവ് പറയുന്നു, ദരിദ്രരായ ഒരു കമ്മ്യൂണിറ്റി അവശേഷിപ്പിക്കും, അവരെ കൊണ്ട് ഞാൻ വലിയ കാര്യങ്ങളെ ചെയ്യാനായിട്ട് പോവുകയാണ്. ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. ദാരിദ്ര്യത്തിന് ഒത്തിരി മാനങ്ങളുണ്ട്. ദാരിദ്ര്യത്തിന് ഒത്തിരി മാനങ്ങൾ. ആ മാനങ്ങളിൽ ഒന്നാമത്തെ ഒരു മാനമാണ്, പല മാനങ്ങളുണ്ട്, ഒരു ഇൻ്റലക്ച്വൽ പോവർട്ടി, ബൗദ്ധികമായ ദാരിദ്ര്യം. ഭൗതികമായ ദാരിദ്ര്യം, ഇൻ്റലക്ച്വൽ പോവർട്ടി. എല്ലാവരും ഇന്ന് മിടുക്കയുടെ ലോകമാണ്. എല്ലാവരും മിടുക്കരാണ് അല്ലേ? പിള്ളേർക്കെല്ലാം ഫുൾ A+ൻ്റെ ലോകമാണ്. നടക്കാല തിയോളജിക്കൽ സെമിനാരിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ആരായിരിക്കും? ബെസ്റ്റ് സ്റ്റുഡൻറ്റിനെ ആയിരിക്കും. ഗ്രീക്ക് നല്ലതുപോലെ അറിയാവുന്ന, ഹീബ്രു നല്ലപോലെ അറിയാവുന്ന മക്കളൊക്കെ നല്ലപോലെ മാനിക്കപ്പെടും. ലാംഗ്വേജ് പഠിക്കുന്ന ഒരു ബുദ്ധിയാണ്, ഒരു കഴിവാണ്. പക്ഷേ ലാംഗ്വേജ് അറിയാത്ത ചിലർ, എനിക്ക് ഓർമ്മയില്ല, ഈ ഗ്രീക്കൊക്കെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നോക്കിയിരിക്കേണ്ടി വരും. കാരണം അതവർക്ക് അത്രയും പിടികിട്ടത്തില്ല. ഭൗതികമായ ദാരിദ്ര്യം എന്നും പാടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എന്നും പ്രശ്നങ്ങളാണ്. ഇന്നും മനുഷ്യരെല്ലാം ഓട്ടമാണ്. ഫുൾ A+ൻ്റെ ലോകം, അറിയുന്നതിൻ്റെ ലോകം. പക്ഷേ ഈ സ്പീഡിൽ പോകുന്ന ലോകത്ത് പുറകിലായി പോകുന്ന ഒത്തിരി മക്കളുണ്ട്. സത്യത്തിൽ ഈ പുറകിലായി പോകുന്ന മക്കളുടെ കുഴപ്പം ആരുടെ കുഴപ്പമാണെന്ന് ചോദിച്ചാൽ, നമ്മൾ അവരെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ മൊണ്ണയെന്നാണ് വിളിക്കുക. അപ്പോൾ അവരുടെ മൊണ്ണയാണെങ്കിൽ സാറുമാർക്ക് സ്പെഷ്യൽ ഒരു ലൈസൻസ് നമ്മൾ കൊടുക്കും. എൻ്റെ കൊച്ച കീറിക്കോളാൻ പറയും, ഒരു അയവും കാണിക്കരുത്, കീറിക്കോളാൻ. അവർ കീറിക്കോളാൻ ലൈസൻസ് കൂടെ കിട്ടിയാൽ അടിച്ചങ്ങ് ശരിയാക്കും. പ്രത്യേകിച്ച് ഈ കണക്ക് പഠിപ്പിക്കുന്ന സാറന്മാർ പിടിച്ചിട്ടൊരു കിഴുക്കുണ്ട്. ആമ്പിള്ളാരുടെ ആണെങ്കിൽ തുടക്കി പിച്ചും, പെമ്പിള്ളാരുടെ ആണെങ്കിൽ ഇവിടെ പിച്ചും. ആ ലൈസൻസ് കൂടെ കിട്ടിയാൽ അപ്പോഴാണ് ഈ സൈക്കിൾ കയറ്റം പഠിക്കുക എന്നൊക്കെ പറയുന്നത്. ഈ തുടക്കി പിച്ച് കെട്ടുമ്പോൾ എന്തിനാ പലപ്പോഴും പിച്ച് കിട്ടിയേ? ടാൻ തീറ്റ, കോസ് തീറ്റ, സൈൻ തീറ്റ. ഇത് എന്ത് ഗുണമുണ്ടായെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. പിച്ച് മാത്രം കെട്ടി ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം എവിടെങ്കിലും ഉണ്ടായോ മക്കളെ? ഇതുകൊണ്ട് ഇല്ല. ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അത് കിട്ടുക A+B ദ ഹോൾ സ്ക്വയർഡ് ഈക്വൽ ടു A സ്ക്വയർഡ് പ്ലസ് 2AB പ്ലസ് B സ്ക്വയർഡ്. കിട്ടിയില്ലെങ്കിൽ പിച്ച് ഇങ്ങനെ പഴിക്കും. അപ്പോൾ അവർ മൊണ്ണയായതുകൊണ്ട് ഒത്തിരി പിച്ചും അടിയും കെട്ടും. പിന്നെ അത് കഴിഞ്ഞ് ട്യൂഷൻ അടി, പിന്നെ വീട്ടിൽ വന്ന അമ്മയുടെ അടി, പിന്നെ അടിയോടടിയാണ്. ഈ അടിയെല്ലാം കൊള്ളുമ്പോൾ എന്തോ ചെയ്യും. ഞാൻ ഈയിടയ്ക്ക് എൻ്റെ ഒരു മോന് ഇച്ചിരി കൊച്ചവനാ, അവൻ ഇച്ചിരി പഠിക്കുന്നില്ല. അപ്പം ഞാൻ അവനെ ഇച്ചിരി കർശനമായിട്ടൊക്കെ വഴക്ക് പറഞ്ഞപ്പോൾ എൻ്റെ മൂത്തവളെന്ന് പറഞ്ഞു, അപ്പോൾ വൈ ആർ യു സ്കോൾഡിങ് ഹിം? ദിസ് ഇസ് നോട്ട് ഹിസ് ഫോൾട്ട്. ഞാൻ പറഞ്ഞു, പിന്നെ മൈ ഫോൾട്ട്? യെസ്, ദിസ് ഈസ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. അപ്പം ഞാൻ ദിസ് ഈസ് യുവർ ഫോൾട്ട്. അവന് വിളിക്ക് പറയില്ലേ, ദിസ് ഈസ് മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. സത്യമാണ്, ഇത് അവൻ്റെ കുഴപ്പമാണോ? അല്ല,
കേൾക്കണ്ട, മാനുഫാക്ചർ ഡിഫക്റ്റാ. പക്ഷെ നമ്മളിതൊക്കെ അടിയോടടിയാണ്, അടിയുടെ പൂരക്കെട്ടാണ്. ഈ അടിയുടെ പൂരക്കെട്ടെല്ലാം കെട്ടുമ്പോൾ ഈ മക്കളൊക്കെ എന്തോ ചെയ്യും? ഇപ്പോൾ അതിനെ കുറച്ചുകൂടെ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ലേണിംഗ് ഡിഫിക്കൽറ്റി ആയിട്ടും പഠന വൈകല്യങ്ങളും അതിന് പ്രത്യേക കോഴ്സുകളും കോച്ചിങ്ങുകളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ അവരെയും കൂടെ അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ തന്നെ അതിപ്പോഴും പേരൻസിന് ബുദ്ധിമുട്ടാണ്. എല്ലാവരുടെയും ഷെൽഫുകളിൽ നിറച്ച് ട്രോഫി ഇരിക്കുമ്പോൾ ട്രോഫികൾ കിട്ടാതെ പോകുന്ന മക്കൾ അവരൊക്കെ ഇങ്ങനെ പുറകിലായി പോകും. ഞാനൊരിക്കൽ ഒരു വീട്ടിൽ ഇരിക്കുക, അന്ന് ഇതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത്, ആ വീടിൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ എളിയദാസനും ഇങ്ങനെ ഇരിക്കുക. പക്ഷേ വളരെ നല്ല കുട്ടിത്തമുള്ളൊരു കൊച്ചു കുഞ്ഞ് അവന് സത്യസന്ധമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, കരഞ്ഞ് പ്രാർത്ഥിക്കുക. അവൻ്റെ പ്രാർത്ഥനാ വാചകം എന്നെ വല്ലാതെ മുറിച്ചു. അവൻ കർത്താവപ്പച്ചനോട് പ്രാർത്ഥിക്കുക, യേശുപ്പച്ച ഇന്ന് സ്കൂളിൽ പോയി ആ ടീച്ചർ ഏതാണ്ടെല്ലാം എഴുതി വെച്ചു. എൻ്റെ അപ്പച്ച എനിക്കൊന്നും മനസ്സിലായില്ല അപ്പച്ച, എനിക്ക് മനസ്സിലായില്ലെന്ന് ആ ടീച്ചർക്ക് മനസ്സിലായില്ല അപ്പച്ച. ആ ടീച്ചർ എന്നെ അപ്പച്ച എനിക്ക് വല്ലാതെ നൊന്തപ്പച്ച. ഒരു കാര്യം ഞാൻ യേശുപ്പച്ചനോട് പറഞ്ഞേക്കാം, ഒന്നീ ടീച്ചറെ പറഞ്ഞു വിടണം, അല്ലേ ബുദ്ധി തരണം, ഏതെങ്കിലും ഒന്ന് ചെയ്യപ്പച്ച എന്ന് കൈകൂപ്പി മുട്ടുകുത്തി കുഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അവൻ സീരിയസ് ആയിട്ടാണ് പ്രാർത്ഥിക്കുക, അവൻ കളി പറയുകയല്ല. എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് അവർക്കും മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഒരു ചൊല്ലുണ്ട്, ടു ടീച്ച് ജോൺ ലാറ്റിൻ. ജോണിനെ ലാറ്റിൻ പഠിപ്പിക്കാൻ ലാറ്റിൻ മാത്രം പറഞ്ഞാൽ പോരാ, ജോണിനെ ലാറ്റിൻ പഠിപ്പിക്കണമെങ്കിൽ ജോണിനെ കൂടെ അറിയാം. ജോണിനെ അറിയാത്ത ടീച്ചർ ലാറ്റിൻ പഠിപ്പിച്ച ജോണിനെന്ത് മനസ്സിലാകാൻ? ടീച്ചർക്ക് ലാറ്റിൻ അറിയാം, ജോണിനെ അറിയത്തില്ല, ജോണിന് ലാറ്റിൻ അറിയത്തില്ല. പക്ഷെ ജോണിനെയും ലാറ്റിനും അറിയാവുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ജോണിനെ കൂടെ കൊണ്ടുവരാനായിട്ടൊക്കത്തുള്ളൂ. അത് മനസ്സിലാകാതെ പോയ ടീച്ചറിൻ്റെ അടി കിട്ടിയ കുഞ്ഞിൻ്റെ കരച്ചിൽ, അത് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ ഒരു സംഭവം, ഒരു സ്കൂളിലെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ്, അവിടെ ഒരു ഇപ്പം ഈ പവർ വിഷനിലൊക്കെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അല്പമായ മാന്യമായൊരു സ്ഥാനത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ പ്രധാന അധ്യാപകൻ ഒരു സഹോദരിയെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നു. പബ്ലിക്കലി എവരി പേഴ്സൺ ഈസ് യുണീക്ക് എന്നുള്ളതാണ്, എങ്കിലും പബ്ലിക് ഹേർട്ട് ഒരു നല്ലതാണോ? പരസ്യമായിട്ട് ചോദിക്കുന്നു, എന്തേ നിങ്ങൾ മാത്രമേ വന്നുള്ളൂ, ഇവൻ്റെ അപ്പൻ എന്ത് ചെയ്യുക, അമ്മയും മോനും അവന് മാർക്ക് കുറവാണ്, അപ്പോൾ അവൻ്റെ മാർക്ക് എത്ര ഉണ്ടെന്നൊക്കെ ചോദിച്ച് എല്ലാവരുടെ മുമ്പിൽ ഈ അമ്മയെ മകനെ ഇങ്ങനെ വഴക്ക് പറയുക. എന്നിട്ട് പറഞ്ഞു, എന്ത് ചെയ്യും ഇവൻ്റെ അപ്പൻ എന്താ വരാത്തെ? എനിക്കറിയാമല്ലോ വരത്തില്ലെന്ന്. അപ്പനോട് പറയത്തില്ലല്ലോ, അമ്മയും മോനും കൂടെ ഒത്തു കളിക്കുകയല്ലേ, ഇതൊന്നും അപ്പൻ അറിയത്തില്ല, എനിക്കെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു. ആ അമ്മ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുക. ഒരു സമുദായ പശ്ചാത്തലത്തിലുള്ള ഒരു അമ്മയാണ്, ക്രൈസ്തവയാണ്, ക്രിസ്ത്യാനിയാണ്, പക്ഷേ ഒരു സമുദായ സഹോദരിയാണ്. അപ്പോൾ ആ മീറ്റിംഗ് കഴിഞ്ഞ് അവരിങ്ങനെ ഇറങ്ങി നടന്നു പോകുന്നത് കണ്ടു. അവിടെ മുഖത്ത് മിന്നി മറഞ്ഞ ഭാവ വ്യത്യാസങ്ങളെ എളിവൻ ശ്രദ്ധിച്ചു. വല്ലാതെ കരയണോ ചിരിക്കണോ വിങ്ങണോ എന്നറിയാതെ അമ്മ വല്ലാതെ പാടുപെടുകയാണ്. അവരവിടുന്ന് ഇങ്ങനെ കയറി പോകുമ്പോൾ ഒരു കയറ്റം കയറി ഓടി വന്ന് നിൽക്കുന്നു. ഞാനും പുറകെ എൻ്റെ വാഹനത്തെ വരികയാണ്. എൻ്റെ വണ്ടി കയറി വന്നപ്പോൾ അവർ കൈ കാണിച്ചു, ഞാൻ നിർത്തി. എന്നോടടുത്ത വായി ചോദിച്ചു, ക്ലാസ് കാത്തു, പാസ്സല്ലേ പാസ്സ. എന്നിട്ട് അടുത്ത വായിൽ അവർ പറഞ്ഞു, ഇങ്ങോട്ടിറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങിപ്പോയി, പേടിച്ചു പോയി, അറിയാതെ ഞാൻ ഇറങ്ങിയപ്പോൾ ചോദിച്ചു, പാസ്സല്ലേ? ആണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. ബുദ്ധി കുറഞ്ഞൊരു കൊച്ചിനെ പെറ്റത് എൻ്റെ കുറ്റമാണോ തമ്പുരാൻ്റെ കുറ്റമാണോ? ബുദ്ധി കുറഞ്ഞൊരു കൊച്ചിനെ പെറ്റത് എൻ്റെ കുറ്റമാണോ തമ്പുരാൻ്റെ കുറ്റമാണോ? രണ്ടാമത് അവർ ചോദിച്ചു, അപ്പനോട് എന്താ പറയാമെന്നും ചോദിച്ചില്ല, അപ്പനോട് പറഞ്ഞില്ല. അപ്പനോട് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റയടിക്ക് അവനെ താഴെ കളഞ്ഞേനെ. എല്ലാവരും എന്നെ അടിച്ചനെ, മോനെ അടിച്ചനെ, അപ്പനെ അടിക്കാനേ അറിയത്തുള്ളൂ. അതുകൊണ്ട് പലതും അപ്പനെ അറിയിക്കാറില്ല. അപ്പൻ അടിച്ചെല്ലാം ക്രമീകരിക്കുന്നവനാണ്, അതേ അപ്പൻ അറിയുള്ളൂ. അടിച്ചിവനെ കൊല്ലും, എനിക്കും കിട്ടും. അതുകൊണ്ട് അപ്പനോട് പറയാറില്ല. ഞാൻ എന്തോ ചെയ്യണം, എൻ്റെ കുഞ്ഞ് എന്തോ ചെയ്യും? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിന് ദൈവം ഒരു ശുഭഭാവി കൊടുക്കും, ഉറപ്പാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായതിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവമുണ്ട്, പിൻപന്മാരെ മുൻപന്മാരാക്കുന്ന ഒരു ദൈവമുണ്ട്, കുലവാന്മാരെ ലജ്ജിപ്പിപ്പാൻ കുലഹീനവും നികൃഷ്ടവുമായത് തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ബൗദ്ധിക ദാരിദ്ര്യമുള്ളവനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവമെന്നും ബുദ്ധിയിൽ വലിയവരെ മാത്രം നോക്കുന്നവരല്ല. ആരും പുറകെ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും പിമ്പനെ മുമ്പനാക്കുന്ന ഒരു ദൈവമുണ്ട്. അതിന്ന് രാത്രി അറിയുക. ഭൗതിക ദാരിദ്ര്യത്തിൽ ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ഇടപെടുമോ ദൈവം? ഇടപെടും. ആര് ചോദിച്ചാലും ഇടപെടും. സൺഡേ സ്കൂളിൻ്റെ പരീക്ഷ നടക്കുക. അപ്പോൾ ചോദ്യവും
എഴുത്തുമുണ്ടല്ലോ. കൊച്ചു ക്ലാസ്സിൽ ചോദ്യമാ. ഞങ്ങളുടെ ഒരു കുഞ്ഞിനോട് സൺഡേ സ്കൂൾ അധ്യാപകൻ പരീക്ഷയ്ക്ക് ചോദിച്ചു. സൺഡേ സ്കൂൾ പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷം, മോനെ ലാസറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് യേശു കർത്താവ് എന്തോ ചെയ്തെന്ന് ചോദിച്ചു. അവൻ കുറേ നേരം നോക്കിയിട്ട് അവന് ഉത്തരം കിട്ടിയില്ല. അവൻ പറഞ്ഞു, എന്തോ ചെയ്യാനാ, കയറി അങ്ങ് ഇടപെട്ടെന്ന് പറഞ്ഞു. സത്യമാണേ, കയറി അങ്ങ് ഇടപെട്ടെന്ന് പറഞ്ഞു. അതതിൻ്റെ സത്യം. എൻ്റെ തമ്പുരാനൊരു പ്രത്യേകതയുണ്ട്, കൊച്ചു കുഞ്ഞ് കരഞ്ഞാലും കയറി ഇടപെടുന്ന ഒരു ദൈവമാണ്. പക്ഷേ ഒറ്റ കാര്യം യാക്കോബ് പറഞ്ഞു, നിങ്ങളൊരുവന് ജ്ഞാനം കുറവാണെങ്കിൽ അവനെ ഭത്സിക്കരുത്, ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കുക. ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായതിനെ തിരഞ്ഞെടുക്കും, പിൻപരെ മുൻപരാക്കുക. ഹല്ലേലൂയ. ഈ രാത്രി പറയട്ടെ, എൻ്റെ യേശു എന്നും ദരിദ്രൻ്റെ പക്ഷത്തിങ്ങനെ കാണുക. അവൻ പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാകുന്നില്ല കർത്താവേ എന്ന് പറഞ്ഞാൽ അവൻ്റെ ലോകത്ത് വരും. എനിക്കറിയാവുന്നൊരു കുഞ്ഞ്, ഡാനിയുടെ സാക്ഷ്യവും ഞാൻ ഒത്തിരി അടുത്ത് പറഞ്ഞു. പവർ വിഷനിൽ മിക്കവാറും കെ സി ശമൽ പാസ്റ്ററോടൊപ്പം വരുന്നൊരു കുഞ്ഞാണ്, ഒരു ദൈവദാസൻ്റെ കുഞ്ഞ്, ഡാനിയുടെ സാക്ഷ്യം. അത് ഞാൻ ഒത്തിരി ഇടത്ത് പറഞ്ഞു. ഞാൻ ഒരിടത്ത് ഇന്നപ്പം ഒരു പെങ്ങൾ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്രസംഗിക്കുന്ന ഡാനിയുടെ പെങ്ങളാണ് ഞാൻ, പറയുന്നതെല്ലാം സത്യമാണ്. ഡാനി +2 കഴിഞ്ഞ് 10 കഴിഞ്ഞ് +2 കയറി. ഡാനിക്ക് സ്കൂളിൽ പോയപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല. പുസ്തകമൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അവൻ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നോക്കിയിരുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. ഒടുവിൽ ഡാനി കഠിനമായൊരു തീരുമാനമെടുത്തു. ഒന്നും മനസ്സിലാകാത്ത ഞാൻ എന്തിന് സ്കൂളിൽ പോകുന്നു? അവൻ സ്കൂൾ പഠനം ഉപേക്ഷിച്ചു. 3 മാസത്തോളം വീട്ടിൽ ഇരുന്നു. എന്നിട്ട് അമ്മ ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ അവനെ പണിക്ക് വിട്ടു. പണി പഠിക്കണ്ടേ, ജീവിക്കണ്ടേ. കാലം മുമ്പോട്ട് പോയി. അവന് സ്കൂളിൽ പോകുമ്പോൾ, പണിക്ക് പോകുമ്പോൾ, മഹാരാജാസ് കോളേജിൻ്റെ പഠിക്കൂടെ കൊടുക്കുക പോകുമ്പോൾ, എറണാകുളം ജില്ലയില്ല, ആ ജോലിയുടെ ഭാഗമായിട്ട് അതുവഴി പോകുമ്പോൾ അവൻ്റെ പ്രായമുള്ള മക്കളൊക്കെ ഇങ്ങനെ ചിരിച്ചും കളിച്ചും രസിച്ചും കോളേജിൻ്റെ ക്യാമ്പസിലൂടെ നടക്കുമ്പോൾ അവൻ ദൈവത്തോട് ചോദിച്ചു, ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും പഠിക്കത്തില്ലേ? എനിക്ക് മനസ്സിലാകാഞ്ഞുകൊണ്ടല്ലേ ഞാൻ നിർത്തിയത്, ഉഴപ്പി നിർത്തിയതല്ല. ഡാനി കരഞ്ഞു അവിടെ നിന്ന്. പലപ്പോഴും ഡാനിയുടെ അമ്മ ഈ പുസ്തകമൊക്കെ ഇട്ടെല്ലാം എടുക്ക് വെച്ചിട്ട് ആ കർത്തുദാസി കരയാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞിന് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ലേ അവൻ പഠിക്കാത്തത്, അവൻ മനഃപൂർവ്വം ഉഴപ്പിന്നതല്ല, അവന് മനസ്സിലാകുന്നില്ല, അവൻ ട്രൈ ചെയ്തു, അവൻ ഒക്കുന്നില്ല. ഒരു ദിവസം എന്തോ ഒരു ദൈവനിയോഗത്തിൽ ഡാനി വന്ന് അമ്മയോട് പറഞ്ഞ, അമ്മ ഞാൻ സ്കൂളിൽ പോകട്ടെ. അവസാനം അറ്റൻഡൻസിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയോ കയ്യെ കാലെ പിടിച്ച് ഡാനി അവൻ്റെ വീണ്ടും പഠനം തുടർന്നു. ഡാനി കഷ്ടിച്ച് +2 പാസ്സായി, ഡിഗ്രി പാസ്സായി, MAക്ക് റാങ്കി പാസ്സായി. ഇന്ന് ഡാനി ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഹിസ്റ്ററിയിൽ PhD തീർത്തു. അതിനിടയ്ക്ക് MSW എടുത്തു. ഒരു ഡാനിയോട് ചോദിച്ചാൽ ഡാനി വരും. +2 ഒന്നും മനസ്സിലാകാതെ പഠനം നിർത്തിയ എനിക്ക് വേണ്ടി പുസ്തകമൊക്കെ എടുത്ത് വെച്ച് എൻ്റെ അമ്മ കരഞ്ഞപ്പോൾ, അമ്മയുടെ കണ്ണീര് പുസ്തകത്തെ വീണപ്പോൾ എൻ്റെ ബുദ്ധി തുറന്ന ഒരു കർത്താവുണ്ട്. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ പോഷത്വമായതിനെ തിരഞ്ഞെടുക്കുന്ന ദൈവം എന്നും ദരിദ്രൻ്റെ പക്ഷത്തുണ്ട് മക്കളെ. ദൈവം ദരിദ്രൻ്റെ പക്ഷത്തുണ്ട്. ഈ കുഞ്ഞ് പഠിക്കാതിരുന്നാൽ അവൻ നാളെ എന്താകും, അവൻ്റെ ഭാവി എന്താകും? എല്ലാം മിടുക്കയുടെ ലോകത്തും പുറകിപ്പോയ മക്കളെ ഓർത്ത് ഉഴപ്പൻ്റെ ലോകമല്ല ഞാനീ പറയുക. കഴിവുണ്ടായിട്ടും ഇല്ലാഞ്ഞിട്ട് കഷ്ടപ്പെട്ടിട്ടും പഠിക്കാൻ കഴിയാത്ത മക്കൾ. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നിൻ്റെ കുഞ്ഞിൻ്റെ ലോകത്ത് വരുന്ന ഒരു യേശുവുണ്ട്. എന്തുകൊണ്ടാണ് എനിക്കിഷ്ടമുള്ളൊരു ഭാഗമുണ്ട് പ്രസംഗിക്കാൻ. സിയോൻ പുത്രിയോട് നിൻ്റെ രാജാവ് ഇങ്ങനെ സൗമ്യനായി വാഹനമൃഗത്തിൻ്റെ പുറത്ത് കയറി വരിക, കഴുതപ്പുറത്ത്. അതെന്നും എനിക്ക് ആശ്ചര്യമായിരുന്നു. കഴുതപ്പുറത്ത് എന്തിനാ അപ്പാവ് വന്നത്? ഒരു കുതിരപ്പുറത്തൊക്കെ വേണ്ടേ ഒരു രാജാവ് വരാൻ? തിരിച്ച് ചോദിച്ചപ്പോൾ എന്നോട് എൻ്റെ യേശു മറിച്ചൊരു ചോദ്യം ചോദിച്ചു. ഞാൻ കുതിരപ്പുറത്ത് വന്നിരുന്നെങ്കിൽ ഇപ്പോഴും സ്പീഡിൽ ടീച്ചർ പറഞ്ഞു പോകുക, ഓൺലൈൻ്റെയൊക്കെ ക്ലാസ്സാണ്, അപ്പോഴും നോട്ടുകൾ എങ്ങും എത്തിയിട്ടില്ല. അപ്പുറത്ത് ഇപ്പുറത്ത് എന്തോ പറഞ്ഞെന്ന് എത്തി നോക്കുന്ന കുഞ്ഞ് എങ്ങനെ ഓടിയെത്തും? പക്ഷേ കഴുതപ്പുറത്ത് വന്നതുകൊണ്ടൊരു ഗുണമുണ്ട്, എത്ര പെതുക്കെ പോന്നവനും ഒപ്പം ഓടിയെത്താൻ പാകത്തിൽ നടക്കുന്ന ഒരു ക്രിസ്തു. ഏത് ദരിദ്രൻ്റെ ലോകത്തും ഇങ്ങനെ അവനൊപ്പം നടക്കുന്ന ഒരു ക്രിസ്തു ഉണ്ട്. ദരിദ്രൻ്റെ പക്ഷത്തൂടെ നടക്കുന്ന ഒരു ക്രിസ്തു. ഇന്ന് രാത്രി ഈ മണക്കാല തിയോളക്കൽ സെമിനാരിയുടെ ഈ ഓഡിറ്റോറിയത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ പഠിക്കാൻ ഗ്രീക്ക് മനസ്സിലാകുന്നില്ലായിരിക്കാം, ഹീബ്രു വഴങ്ങുന്നില്ലായിരിക്കാം, ഇംഗ്ലീഷ് ഭാഷ അധികം വശമില്ലായിരിക്കാം, ഫ്ലുവൻസി കുറവായിരിക്കാം, ചാപ്പലിൽ ഇംഗ്ലീഷ് പ്രസംഗിക്കുമ്പോൾ വിറയ്ക്കണമായിരിക്കാം. എനിക്കും ഈ ലോകത്തോടൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കർത്താവിനെ അറിയാം. ദരിദ്രൻ്റെ ലോകത്തെന്നോ ഇറങ്ങി വരുന്നൊരു ക്രിസ്തു. കരമടിച്ച് സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ച് ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ലോകത്തിൽ
ഭോഷത്വമായി തിരഞ്ഞെടുത്ത എൻ്റെ കർത്താവ് ബൗദ്ധികമായി പുറകിപ്പോയവരെ ഇങ്ങനെ കരം പിടിച്ച് കൂടെ നടക്കുന്ന ഒരു യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അമ്മച്ചി കൊച്ചുമക്കളെ ഓർത്ത് കരയുന്നുണ്ടെങ്കിൽ ഇന്നും 5ലും 6ലുമായി അക്ഷരം കൂട്ടി വായിക്കാൻ കഴിയാത്തൊരു കുഞ്ഞെനിക്കുണ്ട്. എന്ത് ചെയ്യും കർത്താവ് എന്ന് പ്രാർത്ഥിച്ച എനിക്കൊരു കാര്യം ഉറപ്പാ, 10ാം ക്ലാസ്സിലെത്തുമ്പോൾ കൂട്ടുകാരി പരമായി ആനന്ദ തൈലം കൊണ്ട് അവനെ നിറച്ച് പിൻവരെ ഇങ്ങനെ മുൻവരാക്കാൻ. പക്ഷെ ഒരു കാര്യം, അവനെ ഫൽസിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കടാ. ഫൽസിക്കരുത് ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിച്ച ഇന്നും പിമ്പനെ മുൻപനാക്കുന്ന ദൈവ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായി തിരഞ്ഞെടുക്കുന്ന ദൈവ, അല്ലെങ്കിൽ ബലവാന്മാരെ ലജ്ജിപ്പിപ്പാൻ ബലഹീനമായി എന്നെ തിരഞ്ഞെടുക്കുന്ന ദൈവ ഈ രാത്രി ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആരും വെറുതെ ഇരിക്കരുത്. എൻ്റെ യേശു ദരിദ്രൻ്റെ പക്ഷത്താ കേട്ടോ. എൻ്റെ യേശു ദരിദ്രൻ്റെ പക്ഷത്താ. റഗന റിബന ഹദന റിഗന രബന ഹദന അഥന രഗന ശബന ഹദന റിഗന രബന ഹദന രഗന. യേശു ദരിദ്രൻ്റെ പക്ഷത്തുണ്ട്. നിങ്ങൾ പിൻപിലാണെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞു പുറകിലാണെങ്കിൽ ഫൽസിക്കേണ്ട, തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. യേശുവേ, അങ്ങ് പറഞ്ഞിട്ടുണ്ട് ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായി തിരഞ്ഞെടുക്കണം. അങ്ങനെ ഒരു ഇച്ചിരി പുറകെ നിൽക്കുന്ന ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ആത്മനിയോഗം കെട്ടി വന്ന ഒരു സുഹൃത്തിനെ എനിക്ക് കണ്ടു. ആ സുഹൃത്ത് ഇങ്ങനെ വന്നിട്ട് സാധാരണക്കാരനായ ഒരു വലിയ ഒരു കർത്തവേലക്കാരൻ, പക്ഷെ അദ്ദേഹത്തോട് ദൈവാത്മാവ് പറഞ്ഞെന്ന് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിട്ട് ആ ദൈവദാസൻ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഈ സിമ്പിൾ ഫെയ്ത്തിന് ഭയങ്കര അർത്ഥമുണ്ട്. യേശുവേ, ഈ കുഞ്ഞിൻ്റെ അകത്തോട്ടൊരു ഇൻ്റലക്ച്വൽ ബ്രെയിൻ അങ്ങോട്ട് ഇൻസ്റ്റാൾ ആകട്ടെ, ഇൻ്റലക്ച്വൽ ബ്രെയിൻ ഇൻസ്റ്റാൾ ആകട്ടെ. മാറ്റങ്ങൾ തുടങ്ങി. എനിക്കറിയാം എൻ്റെ കർത്താവ് വന്ന അത്ഭുതം നടക്കും. എൻ്റെ കർത്താവ് പറഞ്ഞ അത്ഭുതം നടക്കും. കരമടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, കരമടിച്ച് സ്തുതിച്ച്, എല്ലാവരും കരമടിച്ച്, ആരും വെറുതെ ഇന്ന് രാത്രി ഇരിക്കരുത്. യേശു വരും. ദരിദ്രൻ്റെ ലോകത്തെന്ന് യേശുണ്ട്. ഒരു ദാരിദ്ര്യമാണ് ഭൗതികമായ ദാരിദ്ര്യം. രണ്ടാമത്തെ ഒരു ദാരിദ്ര്യ മേഖലയാണ് മാനസികമായ ദാരിദ്ര്യം. അത് ശ്രദ്ധിക്കുന്നവർക്കറിയാം. കോവിഡാനന്തര ലോകത്ത് വല്ലാതെ കൂടിപ്പോയ ഒരു ദാരിദ്ര്യമാണ് മാനസിക ദാരിദ്ര്യം, മെൻ്റൽ പോവർട്ടി, മാനസികമായ ദാരിദ്ര്യം. അടുത്തിടയ്ക്ക് ഒരു ഡോക്ടർ, അദ്ദേഹം പത്തനംതിട്ട ജില്ലയിലെ നല്ല പ്രശസ്തമായൊരു ഹോസ്പിറ്റലിൻ്റെ ജനറൽ മെഡിസിൻ ഇരിക്കുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രിൻസ് പാസ്റ്റർ, എനിക്ക് ഐ ഡു നോട്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. വല്ലാത്തൊരു മാനസിക സംഘർഷം. എന്താണ്? എൻ്റെ അടുക്ക വന്നതിൽ 80% ചെറുപ്പക്കാർ, അവരെല്ലാം വന്നത്, ഞാൻ അവരെ ഡയഗ്നോസ് ചെയ്തപ്പോൾ അവർക്ക് ഫിസിക്കൽ പ്രോബ്ലം ഇല്ല, എല്ലാം ഡിപ്രഷൻ്റെ ഒരു എൻഡ് നിൽക്കുക, ഏത് നിമിഷവും വഴുതി പോകാവുന്ന പോലെ. എന്താ ഈ പിള്ളേർക്കൊക്കെ പറ്റുക? അപ്പോൾ എനിക്കും അറിയത്തില്ല എന്താ ഈ മക്കൾക്കൊക്കെ പറ്റുക. നിങ്ങൾക്കറിയുമോ, പരീക്ഷ എഴുതാനായിട്ട് നല്ലപോലെ പഠിച്ച പിള്ളേർക്കാണ് പ്രശ്നം വരുന്നത്. ഒന്നും അറിയാത്തവൻ കൂളായിട്ട് പോയി പരീക്ഷ എഴുതും. അവൻ എന്തെങ്കിലുമൊക്കെ കിട്ടും, അവൻ ഒരു ടെൻഷനും ഇല്ല, ഒരു കുഴപ്പമില്ല. അവൻ പോയി ഈ പരീക്ഷ എന്നൊക്കെ പറയുന്നത് നമ്മളൊരു സംഭവമാണെന്ന് എക്സാമിനെ തോന്നിപ്പിക്കണം. അതാണ് പരീക്ഷ. നല്ല അക്ഷരത്തിൽ എഴുതുക, നല്ലൊരു ഇൻട്രൊഡക്ഷൻ എഴുതുക, ഔട്ട്ലൈൻ എഴുതുക, പ്രധാനപ്പെട്ട 3-4 പോയിൻ്റ് മൈൻ്റെ അടിയിൽ ഒരു വരയും നല്ലൊരു കൺക്ലൂഷനും. അല്ലാതെ ഇത് മൊത്തം അവരിരുന്ന് വായിക്കാൻ പോകാമെന്നോ? അതൊന്നും വായിക്കത്തൊന്നുമില്ല. എവിടെ സമയം? പിന്നെ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇമ്പ്രസ് ചെയ്യണം ആരെ? എക്സാമിനറെ. നിങ്ങൾക്ക് ഏതാണ്ട് അറിയാമെന്ന്, നിങ്ങൾക്കൊന്നും അറിയത്തില്ലെന്ന് നിങ്ങളറിഞ്ഞാൽ മതി, പക്ഷെ നിങ്ങളൊരു അറിയാമെന്നൊരു സംഭവമാണെന്ന് എക്സാമിനറെ തോന്നിപ്പിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് നല്ല ഇറങ്ങി കിട്ടത്തില്ലേ? പക്ഷേ ഒത്തിരി നല്ലപോലെ പഠിക്കുന്ന മക്കൾ ഞാൻ കണ്ടു. ഈ പരീക്ഷയുടെ തലേദിവസം ചുരുണ്ടുപോയ മക്കളെ ഞാൻ കണ്ടു. കുനിഞ്ഞ് ചുരുണ്ടിരിക്കുക. എല്ലാം അറിയാവുന്ന മക്കളെ കൈയൊക്കെ, ഒരു കുഞ്ഞിനെയും കൊണ്ട് ഞാൻ നേരം വെളുക്കോളം ഇരുന്ന് തിരുമ്മി. കാരണം കൈയെല്ലാം ഇങ്ങനെ കോച്ചി തിരുമ്പി. എൻ്റെ കൊച്ചെ പറയുന്നത് പരീക്ഷയ്ക്ക് തോറ്റുപോയാൽ എന്താ പറ്റും? അല്ല, തോറ്റുപോയാൽ എന്താ പറ്റും? എഴുതാതെ എങ്ങനെ തോക്കുന്നത്? ആദ്യം കുഞ്ഞ് എഴുതിയിട്ടല്ലേ തോക്കത്തുള്ളൂ. എഴുതിയില്ല തോൽവിയുണ്ടോ?
ആബ്സെൻ്റല്ലേ വരത്തുള്ളൂ. തോക്കണേ എഴുതണ്ടേ? നീ എഴുതു കുഞ്ഞെ. എഴുതിയാൽ തോറ്റ എന്താ? തോറ്റാ ജയിക്കുക അല്ല, കൂട്ടുകാരെല്ലാം ജയിക്കും, ഞാനെന്തോ ചെയ്യും? എന്നെ കൊണ്ടൊക്കത്തില്ല. അയ്യോ എന്തെല്ലാം പ്രശ്നം. പിന്നെ ഇതിനെയൊക്കെ രാത്രി കൊണ്ട് നടന്ന് തെറാപ്പിയൊക്കെ ചെയ്യിപ്പിച്ച് എൻ്റെ ദൈവമേ ഗ്ലൂക്കോസ് ഇട്ട് ഒക്കെ ഡ്രിപ്പൊക്കെ കൊടുത്ത് ആശുപത്രി കൊണ്ടുവന്ന് എക്സാം എഴുതിപ്പിച്ച മക്കൾ എന്തിനാന്ന് ചോദിച്ചാൽ അവർക്കും അറിയത്തില്ല. ഇതെല്ലാം അങ്ങ് ചുരുണ്ടു പോവുക. ഈ പിള്ളേർക്കെല്ലാം എന്തോ പറ്റുക? മാനസിക ദാരിദ്ര്യം. പിന്നെ കുറേ മക്കളുണ്ട് ഇപ്പം ചാകണം എന്ന് പറഞ്ഞ് നടക്കുക. അവർക്ക് എന്തിനും അവരെ ചായ്ക്കും. ഐഫോൺ കിട്ടിയാൽ ചാകും, ഐഫോൺ പോയാൽ ചാകും, അവൻ ബ്ലോക്ക് ചെയ്താൽ ചാകും. എന്തിനും ഒറ്റ കാര്യം, ഇപ്പം ചാകണമെന്ന് പറഞ്ഞു കിടക്കുന്ന മക്കൾ എന്തിനാ ഈ ചാകാൻ തുടങ്ങുന്നത്? ജീവിക്കാൻ ഇവിടെ മക്കൾ വേണ്ടേ? എല്ലാവരും ചാകുന്നെന്നൊക്കെ പറഞ്ഞും പേടിച്ച്. ഇതൊരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിലാണ് ഈ ചാട്ടവും ഇറങ്ങിപ്പോക്കും എല്ലാം നടക്കുന്ന. സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ്. മനസ്സൊന്ന് ലോലമാകുമ്പോൾ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിലാണ് ഈ തീരുമാനം ഉണ്ടാകുക. ഞാൻ ഈ അടുത്തിടയ്ക്ക് ആത്മഹത്യയെക്കുറിച്ച് പഠിക്കാനായിട്ടൊരു കാരണമുണ്ടായി. കുറേ പേർക്ക് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ അതിൻ്റെ കോസ് ഫാക്ടേഴ്സ് എല്ലാം ഒന്ന് പഠിക്കാൻ വേണ്ടി കുറേ പുസ്തകം എല്ലാം നിരത്തി വെച്ച് ആത്മഹത്യയെക്കുറിച്ച് പഠിക്കാനിരിക്കുക. എന്താണ് അതിൻ്റെ കാരണങ്ങൾ, അതിനെപ്പറ്റി പഠിക്കുക, എനിക്കറിയാവുന്ന റിസോഴ്സസൊക്കെ എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വന്നു. പുള്ളി ഇഷ്ടൻ്റെ ഒരു പാർട്ടിക്കാരനാണ്, ഇച്ചിരി പൊതുജന പ്രവർത്തകനാണ്. വന്നിട്ട് എന്നോട് ചോദിച്ചു എന്താണ് പുതിയ വിഷയം? ഞാൻ പറഞ്ഞു ആത്മഹത്യ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായി. നിങ്ങൾ ചിലപ്പോൾ ഞാൻ അത് പൗരുഷ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു പയ്യനെ മരിക്കണം തോന്നി, അവനൊരു കയറും എടുത്തുകൊണ്ട് ഒരു വനത്തിൽ ചാകാൻ പോയി. നടന്ന സംഭവമാണ്. വനത്തിൽ ചാകാൻ പോയി. ആ വെപ്രാളത്തിൽ അവന് വയറൊഴിയണം തോന്നി. അവനൊരു പാറയുടെ പുറത്ത് പോയിരുന്ന് വയറൊഴിഞ്ഞപ്പോഴാണ് അവൻ ഓർത്തത് ഈ കോലത്തിൽ പോയി കെട്ടിയാന്നാൽ അഴിക്കുന്നവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടാകത്തില്ലേ. അതുകൊണ്ട് അവൻ അവിടെ ഒരു അരുവിയുണ്ട്, ആ അരുവി പോയി മുങ്ങി കുളിച്ച് വൃത്തിയായി. ഇതിനിടയ്ക്ക് ചാകുന്ന കാര്യം മറന്നുപോയി. അവനൊരു കയറുമായിട്ട് ഇറങ്ങി വന്നപ്പം കടക്കാരൻ ചോദിച്ചു എവിടെ പോയതാടാ കയറുമായിട്ട്? അയ്യോ എടോ ഞാൻ ചാകാൻ പോയതാ. ആ കയറ് മേടിച്ച് ഇന്നും അവിടെ ഒരു കടയിൽ പഴക്കല കെട്ടി തൂക്കുന്നത് ഇവൻ ചാകാൻ പോയിന്ന കടതേല. പക്ഷെ അന്നേരം അങ്ങനെ തോന്നിയത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. സത്യത്തിൽ അങ്ങനെ തോന്നിയില്ലായിരുന്നെങ്കിൽ അവനും തൂങ്ങിപ്പോത്തില്ലായിരുന്നു. ഒരു തോന്നല ഇതല്ല. ഈ മക്കൾക്കൊക്കെ എന്താ പറ്റുക? മാനസികമായ ദാരിദ്ര്യം പെട്ടെന്നാണ് വഴുതി പോകുക. പക്ഷേ എനിക്കൊരു കർത്താവിനെ അറിയാം. മെൻ്റലി പൂവർ ആകുമ്പോൾ പേടിയാ കർത്താവെ വയ്യ എന്ന് പറയുമ്പോൾ അടുത്ത് വരുന്നൊരു കർത്താവുണ്ട്. പേടിയാന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ അടുത്ത് വരുന്നൊരു ക്രിസ്തുവുണ്ട്. ദരിദ്രൻ എന്നും ഭാഗ്യവാനാ, അവന് ക്രിസ്തുവിനെ അറിയാൻ തുടങ്ങും. ഈ ഭയമെന്ന് പറയുന്നതൊരു ഭയങ്കര വല്ലാത്തൊരു സംഭവമാണ്. ഒരു രാത്രി എന്നെയും പിടിച്ചു ഈ ദുരാത്മാവ്, ഈ അരൂപിയുടെ ദുഷ്ടാത്മാവ്. ഒരു രാത്രി എന്നെ വേട്ടയാടി. എനിക്ക് അങ്ങനെ ഞാൻ പേടിക്കുന്ന ഒരാളല്ല. ഞങ്ങൾക്ക് ഇച്ചിരി ധൈര്യം കൂടുതലുള്ളവരെന്നൊക്കെയാണ് കുടുംബപരമായിട്ട്. അങ്ങനൊന്നും പേടിക്കുന്നവരല്ല. എനിക്ക് എന്നിട്ടും എൻ്റെ ഒരു രാത്രി എൻ്റെ കഴുത്തെ വടിവാൾ വെച്ചുകൊണ്ട് ഒരുത്തൻ നിന്നു. ഏറെ നേരം നിന്നു. ഞാനും അവിടെ നിന്നു. അവൻ കൈ കഴിക്കുന്നിടം വരെ നിന്നു. അവൻ കൈ കഴിച്ചപ്പോൾ ഇട്ടച്ച് പോയി. അത്രയേ ഉള്ളൂ. എന്നാലും 2 മണിക്കൂർ അവിടെ നിന്നു. എനിക്ക് നല്ല രസമായിരുന്നു. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു കാല് കഴിക്കുന്നു, ഞാൻ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അവൻ എന്തോ ചെയ്യാനാണ്, എനിക്കറിയാം അവനൊന്നും ചെയ്യാനില്ലെന്ന്. ഞാൻ പക്ഷേ ഭയങ്കര കൂളായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര അങ്ങനെ ഒരു ധൈര്യമൊക്കെ ഉണ്ടെന്നാണ് ഞാനും ചിന്തിച്ചേ. ഒരു രാത്രി ഈ ഭയം എന്നെ കയറി പിടിച്ചു. വിറച്ചു പോയി ഞാൻ. എന്താണെന്ന് അറിയത്തില്ല. ഞാൻ എൻ്റെ ഹോളിൽ പോയി ചുരുണ്ടുകൂടി കിടന്നു. പ്രാർത്ഥിക്കാനിരിക്കുക എന്ന് വൈഫിനോട് പറഞ്ഞു. എൻ്റെ ഒരു സുഹൃത്തിനെ രാത്രി ഞാൻ വിളിച്ചു. അല്പനേരം കൂടെ വന്നിരിക്കണം, ഒരാൾ വേണമെന്ന് തോന്നി. അദ്ദേഹം വന്നൊരു വെളുപ്പിനെ വരെ ഇരുന്നിട്ട് പോയി. എന്നെ വല്ലാതെ വേട്ടയാടി. ഉറങ്ങിയില്ല ഞാൻ. അധികാലത്തും കണ്ടൊന്നും മയങ്ങി. വെളുപ്പിന് എൻ്റെ ഭാര്യ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഒരാൾ വന്ന് നിൽക്കുന്നു, പെട്ടെന്ന് വാ, കാണാൻ വന്നതാ. നേരം പരവരാ വിളക്കുന്നു. ഞാൻ ചെന്നപ്പോൾ ഒത്തിരി നാക്ക് മുമ്പ് കണ്ടൊരു സഹോദരൻ അവിടെ നിൽക്കുന്നു. എന്താ വന്നത്? ഒന്നുമില്ല, ഇതുവഴി ഒന്ന് പോയി ദൈവദാസിനെ ഒന്ന് കാണണം തോന്നി, അത്രയൊക്കെ ഉള്ളൂ. ശരി എന്നാൽ പിന്നെ അദ്ദേഹം ഒന്നും പറയുന്നില്ല, ഒരു പരുങ്ങൽ. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പൊക്കോട്ടെ. ശരി ഞാൻ പ്രാർത്ഥിക്കുക. അദ്ദേഹം അച്ഛാ ചായയുടെ ഒന്നും വേണ്ട, പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ പോവാം. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് നിന്നിട്ട് എന്നോട് ചോദിച്ചു, സഹോദരൻ ഇന്നലെ രാത്രി പേടിച്ചോ? ഞാൻ വെരുണ്ട് കിടന്നുപോയി. എന്നാന്ന് എനിക്ക് പോലും അറിയില്ല. കാരണം ഞാൻ ചുരുണ്ടുപോയ ഒരു രാത്രി, ഭയം എന്നെ വേട്ടയാടിയ ഒരു രാത്രി. അദ്ദേഹം പറയുകയാണ്, ഇന്നലെ രാത്രി ഒരു 1 മണിയായപ്പം പരിശുദ്ധാത്മാവ് എന്നെ തട്ടി ഉണർത്തിട്ട് പറഞ്ഞു, റാന്നിയിൽ പ്രിൻസ് പാസ്റ്റർ വല്ലാതെ പേടിച്ചിരിക്കുന്നു. നീ അധികാലത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് പറയണം, ധൈര്യപ്പെട്ടിരിക്കാൻ പറയണം, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറയണം. ആ വാക്ക് പറയുകയും എൻ്റെ ഭയം എന്നെ വിട്ടുപോയി. എനിക്ക് മനസ്സിലായി, ഒരാൾ പോലും അറിഞ്ഞില്ല ഞാൻ പേടിച്ച് ചുരുണ്ടത്. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ ഭയത്തിൻ്റെ രാത്രിയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു ക്രിസ്തു, അധികാലത്തൊരാളെ പറഞ്ഞു വിട്ടൊരു കർത്താവ്. ഇന്ന് രാത്രി പറയട്ടെ, മാനസിക ദാരിദ്ര്യത്തിൽ ഇറങ്ങി വരുന്നൊരു ക്രിസ്തു ഉണ്ട്. ഇന്നാണ് നമ്മൾ ഈ റിസ്ക് എടുക്കാത്തത്. പണ്ട് പെന്തക്കോസ്ത് സഭകളുടെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ റിസ്കിൻ്റെ ഒരു ചരിത്രമാണ്. ആർക്കെങ്കിലും വട്ടോ ഭ്രാന്തോ ഒക്കെ ഉണ്ടെങ്കിൽ
പിടിച്ച് കെട്ടിക്കൊണ്ട് വന്നിട്ട് അവരെ നടുക്കിട്ടിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം. ഞാൻ ഇവിടെ ഇരിക്കുന്നൊരു ഞങ്ങളുടെ ദേവദാസിനെ കാണുന്നുണ്ട്. മനുപ്രയാണ CC മാത്യു സാറിൻ്റെയൊക്കെ മനുപ്രയാണ കൂട്ടത്തിൽ ഇളയവർ കൊച്ചിലെ ഓർമ്മയുണ്ട്. പിടിച്ചു കെട്ടിയൊക്കെ കൊണ്ടിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സമയം. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ, എനിക്കന്ന് 10-17 വയസ്സ് പ്രായം, ആ ചെറുപ്പക്കാരന് മാനസിക നില തെറ്റി. അവൻ വയലൻ്റായി, ആ സഹോദരൻ വയലൻ്റായി. എല്ലാവരും അടിക്കാൻ തുടങ്ങിയപ്പോൾ പിടിച്ച് മലത്തി ഇട്ടിട്ട് കൈ പുറകെ കെട്ടിയത് ഞാനും കൂടിയ കൈ കെട്ടിയത് എനിക്ക് നല്ല ഓർമ്മ. ഇന്നത്തെ ചെറുപ്പത്തിൻ്റെ ഒക്കെ ആവേശത്തിൽ പിടിച്ചവിടെ കെട്ടിയിടുമ്പോൾ സൈഡിൽ നിന്ന് കരയുന്ന ഒരു പെങ്ങളെ എനിക്ക് ഓർമ്മയുണ്ട്. ആങ്ങളെ ഞങ്ങളിങ്ങനെ പിടിച്ച് കെട്ടുമ്പോൾ ആ പെങ്ങൾ കരയുന്ന ഓർമ്മയുണ്ട്. എന്നിട്ട് ആ സഹോദരനെ അവിടെ ഇട്ടു. പിന്നെ കുറേ നാളൂടെയൊക്കെ പോയി. പക്ഷേ സഭ സത്യയോടെ പ്രാർത്ഥിച്ചും ദൈവം അത്ഭുതകരമായ സൗഖ്യം കൊടുത്തു. അത് കഴിഞ്ഞ് ആ സഹോദരൻ കല്യാണം കഴിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ പഠിക്കുന്ന സമയം. കാലം മുമ്പോട്ട് പോയി. ദൈവം ആർക്കും കിടക്കാരനല്ല. അവർക്ക് കുഞ്ഞുണ്ടായി. അവരുടെ കുഞ്ഞിൻ്റെ കല്യാണം നടത്തിയത് ഞാനാണ്. ഞാൻ ആ കല്യാണം നടത്തിയപ്പം അപ്പനും അമ്മയും ഞാൻ വിളിച്ചു നിർത്തി, ഇവർ കൂടെ അടുത്ത് വരാം. അപ്പം ഇവർക്ക് ആർക്കും അറിയാത്തൊരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. ഞാനത് പറഞ്ഞില്ല. ഈ അപ്പനെ ഞാൻ പിടിച്ചു കെട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ആ അപ്പൻ്റെ കൊച്ചുമക്കളെ ഞാൻ സമർപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, വല്യപ്പനും വല്യമ്മച്ചയ്ക്കും വരാം. അവരും വന്ന് മുമ്പ് നിൽക്കുമ്പോൾ അവർ പോലും മറന്നുപോയൊരോർമ്മ എൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഈ ചെറുപ്പക്കാരനെ ഞാൻ പിടിച്ചു കെട്ടുന്നത്. പക്ഷേ എനിക്കൊരു കർത്താവിനെ അറിയാം. മാനസിക ദാരിദ്ര്യത്തിൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവം ഇന്നുമുണ്ട് പ്രിയരേ, ഇന്നുമുണ്ട്. എൻ്റെ കർത്താവ് ദരിദ്രൻ്റെ പക്ഷത്ത് ഇന്നുമുണ്ട്. കരമടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് മാനസികമായ ദാരിദ്ര്യത്തിൽ ബിഡിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കോളേജിലുണ്ടായിരുന്ന സെമിനാറിലുണ്ടായിരുന്ന ഒരു സഹോദരനൊരു ചെറിയ പ്രയാസം തോന്നി. അവൻ്റെ മനസ്സിൻ്റെ ആ താളം തെറ്റി ആ സഹോദരനെ പറഞ്ഞു വിടാനായിട്ട് ഫാക്കൽറ്റി തീരുമാനിച്ചു. അങ്ങനെ ഫാക്കൽറ്റി തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അന്നത്തെ അക്കാഡമിക് ഡീനായിരുന്ന അച്ഛൻ്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ അങ്ങനെ വിടല്ലേ അച്ഛാ. അച്ഛൻ പറഞ്ഞു, പ്രിൻസ് പറയുന്ന പോലല്ല, എല്ലാവരും തിരക്കിലല്ലേ, അറിയാം. സെമിനാരി ഭയങ്കര തിരക്ക്, അസൈൻമെൻറ്റ്സ് ചെയ്യണം, അത് ചെയ്യണം, എല്ലാം സമയബന്ധിതമായി തീർക്കപ്പെടേണ്ടതാണ്. ഇതിനിടയ്ക്ക് ഇവനൊരു ബാധ്യതയാണ്. അത് തന്നെയല്ല, ഡോക്ടർ കണിശം പറയുന്നു, ഒരാൾ ഇവൻ്റെ കൂടെ റൂമിൽ താമസിക്കണം. എല്ലാവർക്കും അവനെ പേടി. അവൻ ഉപദ്രവിക്കും, വയലൻ്റ് ആവും. അവൻ ചിലപ്പം മൂഡ് സ്വിങ്ങിലാണ്, ഭയങ്കര മൂഡ് സ്വിങ്ങാണ്. ചിലപ്പം വയലൻ്റ് ആവും, ചിലപ്പം അവന് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സേഫ്റ്റിയൂടെ നോക്കണം. അവൻ്റെ സേഫ്റ്റി, എല്ലാവരുടെയും സേഫ്റ്റി. അതുകൊണ്ട് കോളേജ് പറഞ്ഞു വിടാം. ഞാൻ പറഞ്ഞ, അച്ഛാ ചുമ്മാ തന്ന് ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ നോക്കിയാൽ മതിയോ? അന്നൊരു ആവേശം തോന്നി. അവൻ എൻ്റെ കൂടെ താമസിപ്പിച്ചു. അങ്ങനെ 1 വർഷത്തോളം വളരെ സ്ട്രഗിൾ ചെയ്ത് ഞാൻ ആ വിദ്യാർത്ഥിയെ കൂടെ കൊണ്ട് നടന്നു. ആ വിദ്യാർത്ഥി ഒരു തരത്തിൽ ഒത്തിരി മെഡിക്കൽ സൈക്കാട്രിക് മെഡിസിൻസ് അങ്ങനെ മെഡിസിനെല്ലാം കൊടുക്കുന്ന ഞാനാണ്. പിന്നെ അതിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും കൂടെ നടന്നു. അതുകൊണ്ട് എനിക്കൊത്തിരി ബുദ്ധിമുട്ടുണ്ടായെങ്കിലും എൻ്റെ വലിയൊരു അനുഭവം. പക്ഷെ ദൈവം ആ സഹോദരനെ ഞാനിങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ച് കൊണ്ട് നടന്നു 1 വർഷത്തോളം. അത് കഴിഞ്ഞൊരു ഷോർട്ട് ബ്രേക്ക് ആ സഹോദരൻ എടുത്തിട്ട് BD കംപ്ലീറ്റ് ചെയ്തു, MDH എടുത്തു, പിന്നെ വൈദിക പട്ടം എടുത്തു, അച്ഛനായി, കല്യാണം കഴിച്ചു. അവരുടെ പ്രസ്ഥാനത്ത് ആ സഭാതലത്തിലെ ഒരു വലിയ തിയോളജിയനായി അറിവിൻ്റെ ലോകത്തൂടെ പോയി. അങ്ങനെ പ്രാസംഗികനായി. സഭ അദ്ദേഹത്തെ അമേരിക്കയിൽ സഭാ ശുശ്രൂഷയ്ക്ക് വിടുമ്പോൾ നെടുമ്പാശ്ശേരിയിലേക്ക് എയർപോർട്ടിൽ ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ കാറിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചു, ഞാൻ ഒരു സെമിനാരി പഠിക്കുമ്പോൾ മനസ്സ് തളർന്നു പോയപ്പോൾ അന്ന് അദ്ദേഹം കല്യാണം പോലും കഴിച്ചിട്ടില്ല. ഒരു പ്രിൻസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ എവിടെയായിരിക്കാം? പെട്ടെന്ന് തൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നെടുമ്പാശ്ശേരിക്കടുത്ത് ഒരു ഫ്ലെക്സ് കണ്ടു, കൺവെൻഷൻ്റെ ഒരു ഫോട്ടോ. അതിനകത്ത് എളിയവൻ്റെ ഫോട്ടോയും ഉണ്ട്. അദ്ദേഹം അത് ഫ്ലെക്സിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് എയർപോർട്ടിൽ ചെന്ന് കയറിപ്പോയി. എന്നിട്ട് ആ സംഘാടകരെ ഫോൺ ചെയ്ത് എൻ്റെ നമ്പർ മേടിച്ചു. എൻ്റെ നമ്പറിൽ വിളിച്ചപ്പം വൈഫ് വീട്ടിലെടുത്തു. പ്രിൻസ് ഭാഷയുടെ ഒരു സുഹൃത്ത് ഉണ്ടോ? അവൾ പറഞ്ഞു, അച്ചാച്ചൻ അമേരിക്കയിലാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനും അമേരിക്കയിലാണ്. എവിടെയാണ്? അവിടുത്തെ കോൺടാക്ട് നമ്പർ തന്നു. എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് എന്നെ കാണാൻ വന്നിട്ട് കുപ്പായിട്ട് അച്ഛൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അന്ന് നീ എന്നെ കൊണ്ട് നടന്നില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് ഇങ്ങനെ ആകത്തില്ല. ഇന്നൊരു വലിയ പ്രസ്ഥാനത്തിൻ്റെ സീനിയർ അച്ഛനാ. ഒരു കാര്യം എനിക്കറിയാം, മനസ്സിടറി
ചെതറിപ്പോകുമ്പോൾ ആരുടെ ലോകത്തും വരുന്നൊരു ദൈവമുണ്ട്. മനസ്സറിപ്പോകുമ്പം വരുന്നൊരു ക്രിസ്തുവുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നറിയാമോ? അവങ്ങനെ നോക്കി ഒരിക്കൽ വീട്ടുകാരെല്ലാം വിളിച്ചു, ഹീ ഈസ് ബിസൈഡ് ഹിംസെൽഫ്, ഹീ ഈസ് ഔട്ട് ഓഫ് മൈൻഡ്. ഒരു മനുഷ്യനെ അപമാനിക്കാൻ ഏറ്റവും കൂടുതൽ വാക്ക് ഭ്രാന്താന്ന് വിളിക്കുക. ഭ്രാന്താന്ന് വിളിക്കപ്പെട്ട ഒരു ക്രിസ്തുവിന് ഇന്നും നിൻ്റെ അച്ഛന് വട്ടാന്ന് പറഞ്ഞ ഭ്രാന്തരുടെ വീടാന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ വരുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ദൈവം മെൻ്റൽ പോവർട്ടിയുടെ ലോകത്താ. ഒരിക്കൽ ഭ്രാന്ത എന്ന് വിളിക്കപ്പെട്ടവർ പച്ച മനുഷ്യനായി നടക്കുമ്പോൾ 30ൻ്റെ തികവിൽ ഭ്രാന്ത ഇവന് ഭ്രാന്ത എന്ന് ആൾക്കാർ കൂകി വിളിച്ചവൻ ഇന്നും ഒരുവന് ഭ്രാന്ത എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. സഭ അറിയണം, മാനസിക ദാരിദ്ര്യം ഒരു പക്ഷേ കൗൺസിലിംഗ് കൊണ്ട് പൂർണ്ണമായി മാറത്തില്ല. മരുന്നിനും വൈദ്യനും അടിമപ്പെട്ടു പോയ 1000 പേർക്ക് പ്രത്യാശയുടെ കിരണങ്ങളെ പകരാൻ ഇന്നും സഭയ്ക്ക് കഴിയും. പരിശുദ്ധാത്മ പ്രേരിതമായ സഭ കഴിയും. മാനസിക രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ച്. സ്പിരിറ്റ് ഓഫ് ഡിപ്രഷൻ വല്ലാതെ ഹോണ്ടിയ ഒരു യുവലോകത്തെ, ആ സ്പിരിറ്റാണ് അവരെ കഞ്ചാവിലേക്കും മയക്കുമരുന്നിലേക്കും കൊണ്ടുവന്നത്. നിങ്ങൾ അവരെയെല്ലാം പഠിക്കണം. വെറുതെ കൊച്ചു പിഴയാന്ന് പറയരുത്. വല്ലാത്ത ഡിപ്രഷൻ്റെ പരീക്ഷയുടെ തലേദിവസം പെടയുമ്പോൾ ചാകാൻ തുടങ്ങുന്നവൻ കച്ചിത്തുരുമ്പെ കയറി പിടിക്കുന്ന പോലാണ് ലഹരി അവർക്ക് എത്തുക. ഒന്ന് വലിച്ചേ കുഞ്ഞെ, അവരുടെ കൂട്ടുകാരൻ നന്മയ്ക്ക് ചെയ്യുക ചിലരും. ഇതങ്ങ് മാറും ഒരു വലിയിൽ. പക്ഷേ അവൻ വീണ്ടും ആഴത്തിലേക്ക് പോകുക. ഇവിടെ അവരെ രക്ഷിക്കാൻ കഴിയുന്ന ഒന്നുണ്ട്, ദൈവത്തിൻ്റെ സഭ ഉണരുക. ദരിദ്രൻ്റെ പക്ഷത്ത് ക്രിസ്തുവുണ്ട്. കരമടിച്ച് സ്തുതിച്ച് ഈ രാത്രി ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കട്ടെ. റബന അതുന റഗന ശബല ഹതന റിബന അഥന റിഗന. ദരിദ്രൻ്റെ ലോകത്ത് ക്രിസ്തുവുണ്ട്. ഈ രാത്രി എൻ്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. സഭയെ പ്രബുദ്ധമാക്കണം, സഭയെ തയ്യാറാകണം. എന്തിന്? ഇങ്ങവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദുഷ്ട അരൂപി ശക്തിയുണ്ട്. അതിനെ ശാസിക്കാൻ അഭിഷക്ത ദൈവദാസന്മാർക്ക് കഴിയും. മരുന്നിൻ്റെയും വൈദ്യൻ്റെയും ലോകത്തൂടെ ഇരുട്ടിൻ്റെ ലോകത്തിലേക്ക് മനസ്സ് വഴുതിപ്പോകുന്ന 1000 പേർക്ക് പ്രത്യാശയുടെ കിരണങ്ങളേകാൻ കഴിയുന്നത് സഭയ്ക്കാണ്. റബ ലഗ ദിന ഹദ റഗ ലഗദന ഉഡാഗന ശബന ഹദന റിബന ഹദന റിഗല. Hallelujah, hallelujah, hallelujah. Spirit of depression, spirit of fear, hallelujah. അതൊക്കെ ഇങ്ങനെ പറന്നു പോകും ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ. ഇന്ന് രാത്രി മാനസിക ദാരിദ്ര്യങ്ങളിൽ ഇറങ്ങി വരുന്ന ക്രിസ്തു നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ കർത്താവേ, ഭയമാന്ന് പറയുന്ന എൻ്റെ കുഞ്ഞ്, പേടിയാന്ന് പറയുന്ന കുഞ്ഞ് പരീക്ഷ അടുക്കുമ്പോൾ അവൾ പേടിക്കുന്നു, അവൻ പേടിക്കുന്നു. ഇന്ന് രാത്രി എൻ്റെ യേശു വന്നിട്ടുണ്ട്. എന്തിന്? നിന്നെ സുഖപ്പെടുത്താൻ. ഹല്ലേലൂയ. മനക്ലേശ തരംഗങ്ങളാൽ മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കരം നീട്ടിയെടുത്തണയ്ക്കോ. ഭയപ്പെടേണ്ടെന്ന് പറയുന്ന ക്രിസ്തു കരമടിച്ച് 2 കരങ്ങൾ ശിരസിൻ്റെ മുകളിൽ ഉയർത്തി ചേർത്തടിക്കാമെങ്കിൽ ചേർത്തടിച്ച് പറ, യേശു ദരിദ്രൻ്റെ ലോകത്തുണ്ട്. അതെ, എൻ്റെ യേശു ദരിദ്രൻ്റെ ലോകത്തുണ്ട്. വന്നിട്ടുണ്ട്. യേശു ഇവിടെ വന്നിട്ടുണ്ട്. ബൗദ്ധിക ദാരിദ്ര്യം, മാനസിക ദാരിദ്ര്യം, അതെ, യേശു വലിയവനാണ്. മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ മനക്ലേശ മുങ്ങുമ്പോ തിരുക്കാരം നീട്ടിയെടുത്തണച്ചു. ഭയപ്പെടേണ്ടായെന്നുരച്ചവനെ തിരുക്കാരം നീട്ടിയെടുത്തണച്ചു. ഭയപ്പെടേണ്ടായെന്നുരച്ചവനെ വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ മനക്ലേശ തരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ തിരുകാരം നീട്ടിയെടുത്ത
ഭയപ്പെടേണ്ടായെന്നുരച്ചവൻ തിരുക്കരം നീട്ടിയെടുത്തണച്ചു. ഭയപ്പെടേണ്ടായെന്നുരച്ചവൻ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടും, നന്ദിയോടെ ഞാൻ പാടിടുമേ. മാനസികമായ ദരിദ്രന്റെ ലോകത്ത് ക്രിസ്തു കൊണ്ട്. മൂന്നാമത്തെ ഒരു ഭയങ്കര ദാരിദ്ര്യമാണ് സാമൂഹികമായ ദാരിദ്ര്യം. സാമൂഹികമായ ദാരിദ്ര്യത്തിൽ മനുഷ്യർ വല്ലാതെ പെട്ടുപോകും. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ നമുക്കറിയാം സാമൂഹികമായ ഒരു ദാരിദ്ര്യം. കല്യാണം പിള്ളേരൊക്കെ മിടുക്കരായി, അവർക്ക് നിലയായി. കല്യാണം ആലോചിച്ചപ്പോഴാണ് പറയുക, നമുക്ക് ആ കല്യാണം വേണ്ട. എന്താണ്? അവൻ്റെ അച്ചായൻ്റെ അച്ചായൻ നമ്മുടെ ടാപ്പിങ്ങാരനാകുന്നു, അവരുടെ അച്ചായൻ്റെ അച്ചായൻ നമ്മുടെ ടാപ്പിങ്ങാരനായിരുന്നു. അങ്ങനെ കൊണ്ട് കെട്ടിക്കുക. പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട്. ദരിദ്രനെ കുപ്പയിന്നുയർത്തി പ്രഭുക്കന്മാരുടെ പന്തി കൊണ്ടിരുത്തും. എൻ്റെ കർത്താവ് ദരിദ്രനെ കുപ്പയിന്നുയർത്തിയിട്ട് പ്രഭുക്കന്മാരുടെ പന്തി കൊണ്ടിരുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സാമൂഹിക ദാരിദ്ര്യം, ഞാൻ മുമ്പേ പറഞ്ഞ ഒരു ഭ്രാന്തിൻ്റെ ലോകം എല്ലാവർക്കും ഉണ്ടെങ്കിലും അപ്പം കുടിയനാണെങ്കിൽ പറയും കൊച്ചു കൊള്ളാം, കൊച്ചിനെ മാത്രം കെട്ടുകയാണെങ്കിൽ കെട്ടിക്കോണം, അപ്പം കുടിയനാ. പക്ഷേ കുടിയൻ്റെ മക്കളെയും ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. കുടിയൻ്റെ മക്കളാണെന്ന പേര് കിട്ടിയാലും സാമൂഹികമായ ദാരിദ്ര്യത്തിൽ അവരുടെ കാലം വരുമ്പോൾ ഒരു സമാധാനപുത്രൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീടിനെ ഉയർത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. പേരുമൊക്കെ മാറ്റിപ്പോയ കുടുംബങ്ങളുടെ പേര് മാറ്റി പണിയാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ദൈവം സോഷ്യൽ പോവർട്ടിയെ മാറ്റുന്ന ദൈവമാ. കരമടിച്ച് സ്തുതിച്ച് പറ. സാമൂഹികമായ ദാരിദ്ര്യം അതുപോലെ തന്നെ യാഥാർത്ഥ്യമാ. ഇന്ത്യൻ സിനാരിയോയിൽ കാസ്റ്റ് സിസ്റ്റം എന്നൊക്കെ പറയുന്നതും, പക്ഷേ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട്. അവൻ സമൂഹത്തിൽ ഭ്രഷ്ടായിപ്പോയവരെ അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്ന, അവരെ കുപ്പയിന്നുയർത്തി പ്രഭുക്കന്മാരുടെ പന്തിയിരുത്തുന്ന ദൈവ. എൻ്റെ ദൈവം സാമൂഹിക ദാരിദ്ര്യത്തിന്മേൽ പ്രവർത്തിക്കുന്ന ദൈവ. സാമൂഹിക ദാരിദ്ര്യം പലപ്പോഴും ദാരിദ്ര്യം കൊണ്ടൊക്കെയാണ് ഉണ്ടാകുക. കാരണം അറിയാം, 4-5 സഹോദരന്മാർ, അതിൽ ഒരുവനിങ്ങനെ ചിലപ്പം ക്ഷീണിച്ചു പോകും. വീട്ടിൽ അച്ചായനെ നോക്കി പശുവിനെ വളർത്തി നിൽക്കും. അങ്ങനെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, കല്യാണം വന്നപ്പോൾ അവരെല്ലാവരെയും വിളിച്ചു, എല്ലാ ചേട്ടന്മാർ ഇവരെല്ലാം വിദേശത്താണ്, ഇവൻ മാത്രം അപ്പനെ നോക്കി ഇവിടെ നിന്നുപോയി. അപ്പോൾ ഒടുവിൽ അവർ പറഞ്ഞു, നമുക്ക് കോവിഡൊക്കെ അല്ലേ, റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നീയും നിൻ്റെ വീട്ടിൽ നിന്ന് നീ മാത്രം വന്നാൽ മതി, ഭാര്യയും പിള്ളേരെയും കൊണ്ടുവരണ്ട. അതാ ചേട്ടൻ്റെ മോഡൽ ഉറപ്പിന് പോകുമ്പോൾ പുള്ളിക്ക് സങ്കടമായി. എന്താ കാര്യം ചോദിച്ചാൽ, ബാക്കി എല്ലാവരുടെയും ചേട്ടത്തിമാരും ഉണ്ട്, പിള്ളേരും ഉണ്ട്. ഒഴിവാക്കപ്പെട്ടത് ഈ പാവത്തിൻ്റെ ഭാര്യയുമാണ്. കുഴപ്പമുണ്ട്, പോയില്ലെങ്കിൽ ചേട്ടൻ പിണങ്ങും, പോയാൽ ഭാര്യ പിണങ്ങും. പോയില്ലെങ്കിൽ ചേട്ടൻ പിണങ്ങും, പോയാൽ ഭാര്യ പിണങ്ങും. ആരുടെ ലോകത്ത് നിൽക്കും? ദരിദ്രൻ്റെ ലോകത്താ സോഷ്യൽ പോവർട്ടി. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകതയുണ്ട്. സഹോദരന്മാരെക്കാൾ മാന്യനാക്കുന്ന ഒരു ദൈവമുണ്ട്. എബ്ബേസൊക്കെ ഇങ്ങനെ വല്ലാതെ ദരിദ്രനായി പോയവനാ. പക്ഷേ എബ്ബേസ് പ്രാർത്ഥിച്ചു, അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ അതിരൊന്ന് വിശാലമാക്കണം. അങ്ങയുടെ കരമെൻ്റെ കൂടെ ഇരിക്കുമ്പോൾ സഹോദരന്മാരെക്കാൾ മാന്യനാക്കി മാറ്റിയ ഒരു ദൈവകൃപയുണ്ടെങ്കിൽ സാമൂഹ്യ ദാരിദ്ര്യത്തിലൂടെ പുറകിപ്പോയവരെ മുമ്പരാക്കുന്ന ഒരു ദൈവമുണ്ട്. പല പേരുകൾക്കൊക്കെ ഉണ്ടാകാം, പേര് മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. സോഷ്യൽ പോവർട്ടി. 4-മത്തെ ഒരു ദാരിദ്ര്യ മേഖലയാണ് ശാരീരികമായ ദാരിദ്ര്യം. അത് എല്ലാ തരത്തിലും ദരിദ്രരാക്കി കളയും. പെട്ടെന്നൊക്കെയാണ് ആ രോഗമൊക്കെ വരിക. പിന്നെ അതിൻ്റെ ബയോപ്സി, അതിൻ്റെ ആ റിസൾട്ട്, പിന്നെ കീമോതെറാപ്പി, പിന്നെ റേഡിയേഷൻ. മുടിയൊന്നുമില്ല, മുടിയെല്ലാം പോയി, മനുഷ്യൻ വല്ലാതെ പരിങ്ങലിലാകുന്നു. ഫംഗ്ഷനൊക്കെ വിളിച്ച രോഗം മാറിയാലും അവർ വരുന്നില്ല, കാരണം മുടിയില്ലാത്തത് കൊണ്ട്. ശരീരം കണ്ടാൽ അറിയത്തില്ല. അവരുടെ ലോകത്തൊരു ക്രിസ്തു ഉണ്ട്, അറിയാമോ? എന്താ കാര്യം? കണ്ണാടിയിലൊക്കെ ഇങ്ങനെ നോക്കി, ഒറ്റ മുടിയില്ലാത്തടത്ത് ഇങ്ങനെ, കണ്ടാലറിയാത്തടത്ത് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവർക്ക് ആ കണ്ണാടിയിൽ ഒരു രൂപം തിരിഞ്ഞു വീഴും. എന്തൊരു സുന്ദരനായിരുന്നു എൻ്റെ ക്രിസ്തു! ഉത്തമഗീതമൊക്കെ വർണ്ണിക്കുന്ന ആ സൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവം. പക്ഷെ ക്രൂശിൽ കിടക്കുമ്പം പറയുന്നു, അവൻ കണ്ടാൽ ആളറിയാത്ത പോലെ വിരൂപനായി മാറി. അവൻ രോഗം ശീലിച്ചു. ഒരു കാര്യം ഉറപ്പാ, എല്ലാ വിരൂപൻ്റെ ലോകത്ത് ഒരു ക്രിസ്തു അവൻ്റെ കണ്ണാടിയിൽ ഇങ്ങനെ വന്നിട്ട് പറയും, സങ്കടപ്പെടരുതേ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശാരീരിക ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെടുമ്പോൾ വരുന്നൊരു
കർത്താവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസനൊരു നിയോഗം പോലെ പറഞ്ഞു, ഈ രാത്രി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. അതെ, എൻ്റെ യേശു ശാരീരിക രോഗത്തിൽ ദാരിദ്ര്യത്തിൽ സൗഖ്യം വരുത്തുന്ന കർത്താവ്. അതെ, അവൻ ദരിദ്രൻ്റെ പക്ഷത്ത്. സാമ്പത്തികം മാത്രമല്ല, ശാരീരിക ദാരിദ്ര്യത്തിൽ ഇറങ്ങി വന്ന് സൗഖ്യമാക്കുന്ന ക്രിസ്തു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. എന്തിന്? നിൻ്റെ അവസ്ഥയെ മാറ്റാൻ, നമ്മുടെ അവസ്ഥയെ മാറ്റാൻ. വിശ്വസിക്കുക. പാപമോചനം പ്രസംഗിക്കുന്നിടത്ത് അതേ ആവേശത്തോടെ രോഗസൗഖ്യം പ്രസംഗിക്കണം. എന്താ കാര്യം? എൻ്റെ യേശു ഇന്നും രോഗികളെ സുഖപ്പെടുത്ത്. അത് അന്ധവിശ്വാസം അല്ല. കാരണം വചനത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നു, അന്ധവിശ്വാസമാകണമെങ്കിൽ അതുകൊണ്ട് സമൂഹത്തിന് ദോഷമുണ്ടാകണം, അതുകൊണ്ട് വ്യക്തികൾക്ക് ദോഷമുണ്ടാകണം. ഞങ്ങൾ രോഗസൗഖ്യം പ്രസംഗിച്ചത് കൊണ്ട് എന്താ ദോഷമുണ്ടായത്? ഇന്നും യേശു സുഖപ്പെടുത്തുന്ന യേശുവാ. യേശുവിൻ്റെ സൗഖ്യസ്പർശനം വ്യക്തിപരമായ ജീവിതത്തെ അനുഭവിച്ചിട്ടുള്ളവർ ഉണ്ടെങ്കിൽ, ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച്. എത്ര തീവ്രമായ രോഗബന്ധനങ്ങൾ. എൻ്റെ അമ്മച്ചിയുടെ ക്യാൻസർ മാറ്റി എൻ്റെ യേശുവിനെ എനിക്കറിയാം. എനിക്കൊരു കർത്താവിനെ അറിയാം. സോറിയാസിസ് വല്ലാതെ കഷ്ടപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി അനുഭവിച്ച ക്രിസ്തു സാന്നിധ്യ ഈ രാത്രി യേശു വന്നിട്ടുണ്ട്. എന്തിന്? നമ്മുടെ ശാരീരിക ദാരിദ്ര്യത്തിൽ സുഖം വരാൻ. കരമടിച്ച് സ്തുതിച്ചോ. തൻ്റെ പാദപീഠം എൻ്റെ വൈദ്യശാല, അതിൽ അനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. തൻ്റെ പാദപീഠം എൻ്റെ വൈദ്യശാല, അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. ശാരീരിക ദാരിദ്ര്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു ക്രിസ്തു നമുക്ക് വേണ്ടി ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈ രാത്രി ഒരു വ്യക്തി പോലും വെറുതെ ഇരിക്കരുത്, ആരും വെറുതെ ഇരിക്കരുത്. എൻ്റെ യേശു വന്നിട്ടുണ്ട്. എന്തിന്? ശാരീരിക ദാരിദ്ര്യത്തിൽ ഇടപെടാ. അതെ, യേശു ഇടപെടുന്ന ദൈവമാണ്. റഗന റിബന ഹതന റിഗന ശകന റിഗന. രണ്ട് രീതിയിൽ സൗഖ്യം നൽകും. ചിലപ്പം സഡൻ ഹീലിംഗ് നൽകും, എന്നാൽ ചിലപ്പം സഡൻ ഹീലിംഗ് ആയിരിക്കത്തില്ല. പൗലോസിനോട് കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരുന്നു. ആ രോഗം, ആ മുള്ള അവിടെ ഇരിക്കുമ്പോൾ തന്നെ അത് നിന്നെ തൊടാതെ അതിന്മേൽ ചവിട്ടി നടക്കാൻ ഉള്ള ഒരു ദൈവകൃപ കർത്താവ് തരും. അത് രോഗശാന്തിയാണ്. ചിലപ്പോൾ രോഗസൗഖ്യം സഡൻ ഹീലിംഗ് തരും, ചിലപ്പോൾ രോഗസൗഖ്യം തരും. എന്നും ഗുഡ് ന്യൂസിലൊക്കെ എഴുതുന്ന അപ്പച്ചൻ്റെ പേര് കപ്പാമുട്ടിലെ KT വർഗീസ് അപ്പച്ചന്. ചിലർക്കൊക്കെ പേര് കൊണ്ട് പരിചയം കാണും. ആ അപ്പച്ചൻ്റെ 95ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അത് എളിയദാസൻ ഒരു വലിയ ഒരു സംഭവമാക്കി, റാന്നിക്കാരുടെ ഒരു ആദരവാക്കി അപ്പച്ചനെ. അതിന് എനിക്കൊരു കാരണമുണ്ട്. ഞാൻ അപ്പച്ചനെ കാണാനായിട്ട് ചെന്നപ്പോൾ ചുമ്മാ സംസാരിച്ചപ്പോൾ ചോദിച്ചു, അപ്പച്ച ഡയബറ്റിക് ഉണ്ടോ? ഉണ്ട്. എത്ര നാളായി? ഏതാണ്ട് 60 മേളായി, 65 വർഷമായിരുന്നു. ഇപ്പോൾ ക്രിയാറ്റിൻ 0.8, HbA1c 6.5. ഞാൻ ചോദിച്ചു, എങ്ങനെയാ? 4 മണി എഴുന്നേറ്റ് മുട്ട ഇന്ന് കുറേ നേരം അങ്ങ് പ്രാർത്ഥിക്കുക, എന്നിട്ട് എന്ത് കഴിച്ചാലും സ്തോത്രം ചെയ്തു. അതാണ് മെയിനായിട്ടുള്ള കാര്യം. 60 വർഷമായി രോഗത്തെ അതിജീവിച്ചു. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഉടനെ ഒന്നും ചാകത്തില്ലെന്ന്. സാധാരണ എല്ലാവരും പറയും 10 വർഷം 15 വർഷം ചത്തുപോകുന്നു. 60-ൽ ഇങ്ങനെ ഒരാൾ ഇരിക്കുമ്പോൾ എനിക്കും തോന്നി നാട്ടുകാരെ ഒന്ന് കാണിക്കണം. ഡയബറ്റിക്കിൽ 60 വർഷം കഴിഞ്ഞ ഒരാൾ റാന്നി ജീവിച്ചിരിപ്പുണ്ടെന്ന്. എന്താ കാര്യം? 4 മണിക്ക് എഴുന്നേറ്റ് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് ഭാവിക്കുന്ന കൃപ, രോഗശാന്തി. ആ മുള്ള അവിടെ ഇരിക്കുമ്പം തന്നെ അതിനെ ജയിക്കാനുള്ളൊരു കൃപ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കൃപ. ശാരീരിക ദാരിദ്ര്യത്തിൽ സൗഖ്യം. ഞാൻ നിനക്ക് രോഗസൗഖ്യവും ആരോഗ്യം വരുത്ത്. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനത തികഞ്ഞു വരൂ. ഹല്ലേലൂയ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ട നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേ കയറി അടിപ്പിണരുകളാൽ സൗഖ്യം വന്നുമിരിക്കുന്നു. അതെ, യേശു ശാരീരിക രോഗത്തിൽ ഇടപെടുന്ന, ദാരിദ്ര്യത്തിൽ ഇടപെടുന്ന യേശുവാ. അത് വിശ്വസിക്കുന്നവരെല്ലാം ഇന്ന് രാത്രി സ്തുതിച്ച്. പെട്ടെന്നൊരു രോഗം വന്നാൽ നമ്മൾ ദരിദ്രരായിപ്പോവും. പണമൊക്കെ 2 MRIയും 2 സ്കാനിങ്ങും ഒരു ലേക്ക് ഷോറിൽ അഡ്മിറ്റും ഒക്കെ ആയാ ഫണ്ടിങ്ങനെ പോകും. സഭാപ്രസംഗി നിവൃത്തിയാകും. സമ്പാദിക്കാൻ ഒരു കാലം, എറിഞ്ഞു കളയാൻ ഒരു കാലം. പണം എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല. പക്ഷേ ദരിദ്രൻ്റെ ലോകത്ത് വരുന്ന ക്രിസ്തു അവൻ്റെ ലോകത്ത് കാണും. എന്താ കാര്യം? യേശു എന്നും ദരിദ്രപക്ഷത്താണ്. ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തു, ഞാൻ അറിഞ്ഞ ക്രിസ്തു, എൻ്റെ കൈ തൊട്ട ക്രിസ്തു, ഞാൻ കണ്ട ക്രിസ്തു ഇന്നും ദരിദ്രൻ്റെ പക്ഷത്താണ്. അവനെന്നും അവിടെ നിന്നും ദരിദ്രൻ്റെ പക്ഷത്തുണ്ട്. ഇന്ന് രാത്രി ആ ക്രിസ്തു ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി പറഞ്ഞേ, അതെ, എൻ്റെ ശാരീരിക ദാരിദ്ര്യത്തിൽ യേശു ഇടപെടും. തൻ്റെ പാദപീഠം എൻ്റെ വൈദ്യശാല, അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. തൻ്റെ പാദപീഠം എൻ്റെ വൈദ്യശാലയാ, തൻ്റെ പാദപീഠമെൻ്റെ വൈദ്യശാലയാ, അതിലുണ്ടനേക ഔഷധങ്ങൾ രോഗശാന്തിക്കാൻ, അതിലുണ്ടനേകം
രോഗശാന്തിക്കാം. ഓ തന്റെ പാദ പീഠമെന്റെ ഉയർത്തി പാടിക്കേ വൈദ്യശാലയാം. തന്റെ പാദ പീഠമെന്റെ വൈദ്യശാലയാം. അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. തന്റെ പാദ പീഠമെന്റെ വൈദ്യശാലയാ. തന്റെ പാദ പീഠമെന്റെ വൈദ്യശാലയാ. അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. അതിലുണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. അതെ, ശാരീരിക ദാരിദ്ര്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു ക്രിസ്തുവുണ്ട്. കരമുയർത്തി പറ, യേശു രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവ്. ഇന്ന് രാത്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, യേശുവേ, എൻ്റെ ശാരീരിക ദാരിദ്ര്യത്തിൽ അങ്ങ് ഇടപെടണമേ, അങ്ങയുടെ സൗഖ്യത്തിന്റെ കരം എനിക്ക് അനുഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവർ വിശ്വാസത്തോടെ കരമുയർത്തി കർത്താപ്പിച്ചുകൊണ്ട് പറ, യേശുവേ, ഇന്ന മേഖലയിൽ ഞാൻ ദരിദ്രനാ, ഇന്നടത്താ എൻ്റെ പ്രശ്നം, ഈ രാത്രിയിൽ എന്നെ തൊടണമേ, ഈ രാത്രി എന്നെ തൊടണമേ, ഈ രാത്രി എനിക്ക് സൗഖ്യം വേണമേ. യേശു ശാരീരിക ദാരിദ്ര്യത്തെ മാറ്റുന്ന ക്രിസ്തുവാ. ഞാൻ നിനക്ക് രോഗസൗഖ്യവും ആരോഗ്യം തരും. എൻ്റെ അട്ടിപ്പിണരുകളാൽ പാപരോഗത്തെ മാറ്റോ, ശാപരോഗത്തെ മാറ്റോ, ശാരീരിക രോഗത്തെ മാറ്റോ, പാരമ്പര്യ രോഗങ്ങളെ മാറ്റോ. എത്ര മാരക രോഗമായാലും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശു കർത്താവ് ശാരീരിക ദാരിദ്ര്യത്തിൽ ഇടപെടും. പ്രിയരേ, ഇടപെടും. അടുത്ത ഒരു ദാരിദ്ര്യ മേഖലയാണ് രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ പോവർട്ടി. ഇന്ത്യയിൽ ഇന്ന് അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണത്. നമുക്കൊരു പ്രശ്നമൊക്കെ ഉണ്ടായാൽ ഇവിടെ ആരും ചോദിക്കത്തില്ല പ്രിയരെ, ആരും ചോദിക്കത്തില്ല. കൺവെർഷന്റെ ഒക്കെ പേര് വലിയ പ്രതിസന്ധികളിലൂടെ ഭാരതസഭ കടന്നു പോവുകയാണ്. ഇവിടെ നമുക്ക് വേണ്ടി ആരുമില്ല. പക്ഷെ ആരുമില്ലെന്ന് ആരും ചിന്തിക്കരുതേ. ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായ നമുക്ക് വേണ്ടി പ്രതിപാദിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉന്നതനും അതിൻ്റെ മുകളിൽ അത്യുന്നതനും ജാഗരിക്കുന്നുണ്ട്. എസ്തേറിന്റെ കാലത്ത് അവർ ദരിദ്രരായിരുന്നു. അവർ ശക്തരായ ഒരു സമൂഹത്തെ മുഴങ്കാലിരുന്ന് നേരിട്ടെങ്കിൽ ഇന്നും നമുക്ക് രാഷ്ട്രീയമായി നമ്മൾ ദരിദ്രരാണ്. എന്നാൽ നമ്മുടെ മുഴങ്കാൽ യുദ്ധത്തിൽ ജയിക്കുന്നവരാണ് വിശ്വസിക്കുന്നവർ. ദൈവത്തോട് പറ, മുഴങ്കാൽ യുദ്ധത്തിൽ ഹല്ലേലൂയ. അവർ ആരാധിച്ചു. കാരാഗ്രഹത്തിൽ അവർ ദരിദ്രരായിരുന്നു. യഹൂദ മേധാവിത്വം അന്ന് ശക്തമായിരുന്നു. എന്ന കാരാഗ്രഹത്തിന്റെ അടിത്തറയെ കുലുക്കിയ ദൈവം ഇന്നും കാരാഗ്രഹത്തിൽ കിടക്കുന്ന ജാമ്യം കിട്ടാത്ത ഒത്തിരി മിഷണന്മാർ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ കിടപ്പുണ്ട്. ഉന്നതനും അതിന്റെ മുകളിൽ അത്യുന്നും ജാഗരിക്കുന്നു. രാജാക്കന്മാരുടെ ഹൃദയത്തെ നീർത്തോട് പോലെ തിരിക്കും ദൈവം. രാഷ്ട്രീയമായ ദരിദ്രത്തിലൂടെ ആരും ഇടപെടാനില്ലാതിരിക്കുമ്പോൾ തമ്പുരാൻ ഇടപെടുന്ന ദൈവമാ. കരമുയർത്തി പറഞ്ഞ് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ ഇടപെട്ട ദൈവം, എസ്തറിന്റെ ചരിത്രത്തെ മാറ്റിയ ദൈവം, സിംഹത്തിന്റെ വായടച്ച ദൈവം, രേഖ തിരുത്തിയ ദൈവം. ഇന്ത്യൻ സിനാരിയോയിൽ രാഷ്ട്രീയമായി നാം ദരിദ്രരാണെങ്കിലോ നമുക്ക് വേണ്ടി കാര്യം നടത്തുന്ന ഒരു ദൈവമുണ്ട്. ദരിദ്രന്റെ പക്ഷത്ത് യേശുവുണ്ട്. ഇന്ന് രാത്രി പേടിക്കരുത്, പേടിക്കരുത്. ഭാരത സഭയെ നമ്മൾ രാഷ്ട്രീയമായി ദരിദ്രരാണെങ്കിലും നമുക്ക് വേണ്ടി സമ്പന്നനായ ഒരു ക്രിസ്തുവുണ്ട്. സ്തുതിച്ച് പ്രാർത്ഥിച്ച്, സ്തുതിച്ച് പ്രാർത്ഥിച്ച്, എല്ലാവരും സ്തുതിച്ച് ആരാധിച്ച്, എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഴുന്നത് സ്വർഗമാണ്, വാഴുന്നത് സ്വർഗമാണ്, വാഴുന്നത് സ്വർഗമാണ്. റിബന ഹദന റിബന ഹദന റിഗല രഗജ രബന ഹദന റിബന ശഗന രഗന രബന ഹദന റിഗന രബന ഹന്ദ രാജ രാജ രാജ. വാഴുന്നത് സ്വർഗമാണ്. ഹല്ലേലൂയ. വേഗത്തിൽ പറയട്ടെ, അടുത്ത ഒരു ദാരിദ്ര്യ മേഖലയാണ് സാമ്പത്തികമായ ദാരിദ്ര്യം. സാമ്പത്തികമായ ദാരിദ്ര്യം. എല്ലാവരും ഭയന്നു പോയ ഒരു സമയമുണ്ട്. അത് കോവിഡിന്റെ ഒരു കാലഘട്ടത്തില. സത്യസന്ധമായിട്ട് പറഞ്ഞ എളിവൻ ഉൾപ്പെടെയുള്ള എല്ലാ ഉപദേശി സമൂഹവും സന്തോഷിക്കുന്ന ഒരു ദിവസമുണ്ട്. സാധാരണ പണിക്കാരൊക്കെ സന്തോഷിക്കുന്നത് ഇത് സത്യമാണ്. സത്യത്തിന് നേരെ നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല.
പണിക്കാരെല്ലാം സന്തോഷിക്കുന്നത് ശനിയാഴ്ചയാണ്. അവർക്ക് ആഴ്ച പൈസ കിട്ടും. നമുക്കൊരു ശകലം സന്തോഷം തോന്നുന്നത് ഞായറാഴ്ചയാണ്. ഉപദേശിക്ക് സന്തോഷമുള്ളത്. സത്യമല്ലേ? അത് മോശമാണോ? അല്ല. തൊഴിലാളികൾക്ക് ശനിയാഴ്ച സന്തോഷം, ഉപദേശിക്ക് ഞായറാഴ്ച. ഞാനും ഉപദേശിയാണ്. പക്ഷെ ഞായറാഴ്ച സഭ അടച്ചാൽ എന്തോ ചെയ്യും? ഞായറാഴ്ച സഭ അടച്ചു, ഉപദേശിമാരെന്തോ ചെയ്യും? എൻ്റെ കൂടെ 10-25 ഉപദേശിമാരുണ്ട്. എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിലും സഭ ഉള്ളതിനെക്കാട്ടിയും കർത്താവ് അങ്ങ് നടത്തി. എന്താ കാര്യം? അതൊരു കാര്യമാണ്. സാമ്പത്തിക ദാരിദ്ര്യത്തിൽ വരുന്നൊരു കർത്താവുണ്ട്. സാമ്പത്തികമായ ദാരിദ്ര്യത്തിൽ എഴുന്നള്ളി വരുന്നൊരു ക്രിസ്തുവുണ്ട്. അത് അനുഭവിച്ചിട്ടുള്ളവരെല്ലാം സ്തുതിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ വലിയ സമ്പന്നനാകുമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് നടത്തുന്ന ഒരു ദൈവം അറിയാമെങ്കിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. അറിഞ്ഞാമെങ്കിൽ ദൈവത്തോട് സ്തുതിച്ചേ. അവസാനിപ്പിക്കുകയാണ്. കോവിഡിൻ്റെ ഒരു അലച്ചിലിൻ്റെ ഒരു കാലഘട്ടം വല്ലാതെ അലഞ്ഞപ്പോൾ ശരീരം വല്ലാതൊന്നും അലഞ്ഞു. ബ്ലഡ് കൗണ്ടുകളൊക്കെ ഇച്ചിരി കൂടിയെന്നൊരു സംശയം. സുഹൃത്തായൊരു ഡോക്ടർ നിർബന്ധിച്ച് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കിടത്തി. മുഴുവൻ ചെക്കപ്പും നടത്തുകയാണ്. ഭയങ്കര പ്രൊസീജിയറായിട്ട് പോകും. എന്നോട് പറഞ്ഞു, നീ എപ്പം പോകുമെന്ന് ഞാൻ തീരുമാനിക്കും, നീ എന്നോട് ചോദിച്ചേക്കരുത് എപ്പം പോകണമെന്ന്. പിടിച്ചു കിടത്തിയ 4-5 ദിവസം. സുഹൃത്തിൻ്റെ സ്നേഹം, ഞങ്ങളുടെ ഒരു കുടുംബത്തോടുള്ള വലിയൊരു കരുതലും എല്ലാം കൂടെ നടത്തി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചേട്ടാ, എനിക്കൊരു ആശുപത്രി കിടന്നു. എന്നിട്ടെന്തോ ചെയ്യാൻ, രാവിലെയും വൈകിട്ടും BP നോക്കി, ഷുഗർ നോക്കി. എനിക്ക് ഷുഗർ ഇല്ല, പക്ഷേ അവർ രാവിലെയും വൈകിട്ടും BP ഷുഗറും നോക്കി. ഒന്നും നോക്കിയില്ല. ഇറങ്ങിയപ്പോൾ 25,000. അപ്പം നിനക്ക് എത്ര ആകൂടാ? അപ്പോഴാണ് ഞാനും ഓർത്ത് എനിക്ക് എത്ര ആകും. രാവിലെ ഡിസ്ചാർജ് വന്നപ്പോൾ ഒരു PR വന്നപ്പോൾ ഞാൻ ചോദിച്ചൊരു ക്ലൂ തരണം, എത്ര ആകുമെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, എവിടുന്ന് ഒരാൾ അവിടെ വിളിച്ചിട്ട് പ്രിൻസിപ്പൽ മാസ്റ്ററുടെ ബില്ലെല്ലാം അടച്ചിട്ടുണ്ട്, ഇറങ്ങിപ്പോയാൽ മതി. ആരാന്ന് പറയണ്ട, പക്ഷേ ഞാൻ ആളാരാന്ന് അറിഞ്ഞു, പോയാൽ മതി. ഞാൻ തിരിച്ചു വന്നപ്പോൾ അപ്പോൾ അതൊരു ശനിയാഴ്ചയാണ്. എൻ്റെ ഓഫീസിലെ കുഞ്ഞ് വന്നിട്ട് പറഞ്ഞു, അച്ഛാ തിങ്കളാഴ്ച ചെക്ക് ബൗൺസ് ആകും, ചെക്ക് കൊടുത്തിട്ടുണ്ട്, ഒന്നുമില്ല, ബൗൺസ് ആകും. ഞാൻ പറഞ്ഞു, ഇന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വന്നോ, കണ്ടോ ആ ദൈവം ഇവിടെ ഉണ്ട്, നീ ഓഫീസിൽ പോയിരുന്നെങ്കിൽ പറഞ്ഞാൽ മതി, യഹോവ ഇരേ ഇനി എന്നെ ഓർപ്പിച്ചില്ലെന്നൊന്നും പറഞ്ഞേക്കരുത്, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഞാൻ രാത്രി ഒരിടത്ത് പോയിട്ട് വരുമ്പോൾ 1 മണിയായപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ ബുധനാഴ്ച ആത്മാവിനോട് പറഞ്ഞു നിനക്കൊരിച്ചിരി പൈസ ട്രാൻസ്ഫർ ചെയ്യണം നിങ്ങളുടെ അക്കൗണ്ടിലോട്ട്. പക്ഷെ ഞാനങ്ങ് മറന്നുപോയി. എടോ ഞാൻ നല്ല ഉറക്കമായിരുന്നടാ. ദൂതൻ ഒരു അടി, എൻ്റെ ഒറ്റ അടി, നീ പൈസ അയച്ചോന്ന് ചോദിച്ചു. സത്യമായിട്ട് ഇപ്പോഴും വേദനിക്കുകയാണ്. ഞാനിപ്പം ട്രാൻസ്ഫർ ചെയ്തേക്കാം. ഇന്ന് ആദ്യമായിട്ട് ഞാൻ കേൾക്കുക ദൂതൻ അടിച്ചെന്ന്. ഇപ്പോഴും നോവുന്നെന്ന് എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. യഹോവ ഇരയാണ്. എങ്ങനെ നടക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഒന്നെനിക്ക് നല്ല ഉറപ്പായി, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകും. അതൊക്കെ പോരെ, അത് നടക്കും. എങ്ങനെ നടക്കും? എൻ്റെ യേശു സാമ്പത്തിക ദാരിദ്ര്യത്തിൽ ഇടപെടുന്ന ഒരു യേശു. കരമടിച്ച് സ്തുതിച്ച ഈ രാത്രി ദാരിദ്ര്യത്തിൽ ഇടപെടുന്ന ഒരു ക്രിസ്തു. എന്തുകൊണ്ടാണ് ക്രിസ്തു ദരിദ്രത്തിൽ ഇടപെടുന്നത്? അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കുക. ദാസ്യരൂപം എടുത്ത് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ സമ്പന്നനായിരിക്കെ അവൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടത് നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്ന ക്രിസ്തു എന്നും ദരിദ്രപക്ഷത്ത് വന്നിട്ടുണ്ട്. എന്തിന്? വഴികൾ തുറക്കാൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാതെ വണ്ണം അടയ്ക്കാനും കഴിവുള്ള വിശുദ്ധനും സത്യവാനും എന്ന പേരുള്ള ഹല്ലേലൂയ കർത്താവ് വന്നിട്ടുണ്ട്. എന്തിന്? നമ്മുടെ ദാരിദ്ര്യത്തെ മാറ്റാൻ. മറ്റൊരു ദാരിദ്ര്യമാണ് ആത്മീയമായ ദാരിദ്ര്യം. ആത്മീയമായി സമ്പന്നരോട് കർത്താവിന് ഇഷ്ടമില്ല. പക്ഷേ അതുകൊണ്ടാണ് മത്തായി 5 പറയുന്നുണ്ട്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്, സമ്പന്നന് രാവിലെ ചോദിക്കേണ്ട, ദരിദ്രൻ എന്ത് ചെയ്യും? എന്നും രാവിലെ എഴുന്നേറ്റിട്ട് കൈ നീട്ട്, ഒരു ചായക്ക് കൈസ് തരുമോ, ഒരു ഊണിന് കൈസ് തരും, അമ്മാ വല്ലതും തരുമോ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു വാക്ക് അവിടെ എഴുതിയിരിക്കുക, യാചകൻ്റെ ഒരു വാക്ക്. അമ്മാ വിശക്കണോ, വല്ലതും തരുമോ, അമ്മാ വല്ലതും തരുമോ. ഇന്ന് അങ്ങനത്തെ ഉള്ള യാചകർ കുറവാണ്. ഇന്ന് ആരാണ് ഭയങ്കര ഇന്നോവ കാറയിലൊക്കെ വന്നിട്ട് പൈസ ചോദിക്കുന്ന ദരിദ്രരാണ് ഇന്നുള്ളത്. മറ്റേ അങ്ങനല്ല, ഒരു പാത്രം പിടിച്ചുകൊണ്ട് വരും, അമ്മാ വലുതും തരുമോ. അങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നു. കണ്ടും കാണാത്ത, 2 കാതും കേൾക്കാത്ത ഈ പാപത്തിന് വല്ലതും തരുമോ, അങ്ങനെ ചോദിക്കുന്ന ഒരു കാലം. അങ്ങനെ ഒരു ദരിദ്രനെ മുമ്പിൽ കണ്ട് നിൽക്കുമ്പോൾ ആത്മാവിൽ സമ്പന്നരായവരെ അവൻ വെറുതെ അയക്കും. എന്നാൽ രാവിലെ മുഴങ്കാലിൽ നിന്ന്, അപ്പാ ദുഷ്ടലോകമാ, നിൽക്കാൻ ശക്തിയൊന്നുമില്ല, കൃപ തരണമേ എന്ന് കൈമലർത്തി പ്രാർത്ഥിക്കുന്നവൻ കർത്താവ് ഈ നിൽക്കുന്ന
നടക്കുന്നവൻ തോഴുന്നവൻ വീഴാതിരുപ്പാൻ ദരിദ്ര ലോകത്ത് യേശു അവൻ സമ്പന്നന്മാരെ വെറുതെ അയക്കോ. എന്നാൽ രാവിലെ എഴുന്നേറ്റ് മുഴങ്കാലിൽ നിന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ ദുഷ്ടലോകത്തേക്ക് ഇറങ്ങി പോകുക. അവര് ബലഹീനരാ കർത്താവേ, അവർക്ക് ജയിക്കാൻ കഴിവൊന്നും ഇല്ല. അവരെ കാത്തോണേ എന്ന് മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ കുഞ്ഞിൻ്റെ ദരിദ്രത്തിൽ കർത്താവ് ദൂതനെ അയച്ചോളൂ. ഒരു പക്ഷെ പ്രലോഭനത്തെ അതിജീവിക്കാൻ ആ കുഞ്ഞിന് കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ നാം മുട്ട നിന്നാൽ തമ്പുരാൻ ആ പ്രലോഭനത്തെ അതിജീവിക്കും. എങ്ങനെയാണെന്നറിയാമോ? അതങ്ങനെയാണ്. ഒരമ്മ എന്നോടൊന്ന് പറഞ്ഞു, എൻ്റെ മക്കൾ ഭയങ്കര പുള്ളികളൊക്കെ പാസ്റ്ററേ, പക്ഷെ ഞാനൊരു കാര്യം ചെയ്യും, അവർ പ്ലാൻ ചെയ്തുകൊണ്ട് ഓരോ കാര്യം ഉണ്ടാക്കും. ഞാൻ എന്തോ ചെയ്യും? മുട്ടയിൽ നിന്ന് അത് പൊളിച്ചെടുക്കും. അവർ പ്ലാൻ ചെയ്യും, ഞാൻ പൊളിച്ചെടുക്കും. അതങ്ങനെയാണ് കർത്താവേ. അവർ ദരിദ്രരാണ്, അവർക്ക് അതിജീവിക്കാൻ കഴിയില്ല. പക്ഷെ മുഴങ്കാലിൽ നിന്നുകൊണ്ട് കരമലർത്തി പ്രാർത്ഥിച്ച എന്നിലും ശക്തർ, എന്നിലും വീരർ വീണ് തകർന്ന ഈ പോർക്കളത്തിൽ പ്രിയരെ നമുക്ക് ഓടണം. ഓടണം? മാരത്തണ്ണൊക്കെ ഓടണം. ദീർഘവർഷം ശുശ്രൂഷിച്ച് കർത്താവിൽ മറഞ്ഞ അപ്പച്ചൻ്റെ ഓർമ്മ നിലനിൽക്കുന്ന ഇത് നിന്നുകൊണ്ട് പറയട്ടെ, 100 മീറ്റർ ഓടിയിട്ട് ഒത്തിരി അഹങ്കാരികൾ പട്ടുപോയി. ഒരു 10 വർഷം മുമ്പ് നിറഞ്ഞു നിന്ന പലരെ ഇന്ന് കാണുന്നില്ല. കർത്താവ് എന്നോട് പറഞ്ഞു, അവരൊക്കെ ഓടിയത് 100 മീറ്ററാ. പക്ഷേ എന്നും രാവിലെ മുട്ട എന്ന് പ്രാർത്ഥിച്ചവർ 50ഉം 60ഉം വർഷമായിട്ട് ഇന്നും ശുശ്രൂഷ ചെയ്യുക. എന്താ കാര്യം? അവർക്കറിയാം അവർ ദരിദ്രരാ. രാവിലെ എഴുന്നേറ്റ് പറയും, കൃപത അപ്പാ, കൃപത അപ്പാ, കൃപ തരണേ അപ്പാ, കൃപ തരണേ അപ്പാ. കർത്താവിനോട് പറ, ആ കൃപ എനിക്ക് തരണമേ. ഇന്നും പകലിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മേഖലയിൽ ഞാൻ പെട്ടിട്ടുണ്ട്. ഒന്നിൽ എൻ്റെ കുഞ്ഞ് ഭൗതിക ദാരിദ്ര്യത്തില്ല, അവൻ ഇപ്പോഴും എഴുതാനും വായിക്കാനും തുടങ്ങിയിട്ടില്ല. അപ്പാ അവനെ എഴുന്നേക്കണ്ട, ആരോടും പറയണ്ട. യേശുവേ ഇന്ന് രാത്രി തുറക്കണേ. ദൈവം തുറക്കും. പിമ്പരെ ഇങ്ങനെ മുമ്പരാക്കുക. ഞാൻ ഒത്തിരി മക്കളോട് പറഞ്ഞിട്ടുണ്ട്, ഒന്നും മനസ്സിലാകുന്നില്ല. ഒറ്റക്കാര്യം ചെയ്യും കുഞ്ഞെ, വിശ്വാസത്തെ നീ ഒരു കസേര പിടിച്ച് അടുത്തോട്ട് ഇട്ടിട്ട് പറ, ട്യൂഷനെ മെരുത്താൻ, ടീച്ചറെ വിളിക്കാൻ അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല. നീ ഒരു കർത്താവിനെ ഒരു കസേര ഇട്ടിട്ട് പറ, ഇവിടെ ഇരിക്കണം, എന്നെ പഠിപ്പിക്കണം. ഇന്ന് പറഞ്ഞില്ലേ കർത്തദാസൻ, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കോ. അവൻ ബുദ്ധി തുറക്കുന്ന ദൈവമാ. ഈ രാത്രി എൻ്റെ യേശു വന്നിട്ടുണ്ട്. എന്തിന്? ദാരിദ്ര്യം മാറ്റാൻ. അത് വിശ്വസിക്കുന്നവർ ഈ രാത്രി ഏതെങ്കിലും ഒരു മേഖലയിൽ എനിക്ക് അങ്ങയുടെ സ്പർശനം വേണോ, ആ കൃപ എനിക്ക് അനുഭവിക്കണോ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിനോട് പറ, കർത്താവേ ഏതെങ്കിലും ഒരു മേഖല ഞാൻ പെട്ടിട്ടുണ്ട്, ഈ രാത്രി എനിക്ക് ആ യേശുവിനെ അനുഭവിക്കണോ. അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് എന്ന് പറ, എനിക്ക് ഇന്ന മേഖല, either it may be political, it may be financial, it may be mental, it may be spiritual, anything, എന്തുമാകട്ടെ, അത് ഇന്റലക്ച്വൽ ആകട്ടെ, ഈ രാത്രി യേശു വന്നിട്ടുണ്ട്. എന്തിനാ? അവിടെ കൃപ പകരാൻ, അവിടെ കൃപ പകരാൻ. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ച്, കരമുയർത്തി പ്രാർത്ഥിച്ച്, യേശുവേ ആ കൃപ എനിക്ക് തരണമേ. രോഗികൾ യേശുവിന്റെ നാമത്തിൽ സുഖപ്പെടട്ടെ. രോഗികൾ യേശുവിന്റെ നാമത്തിൽ സുഖപ്പെടട്ടെ. കരമുയർത്തി പ്രാർത്ഥിച്ചേ, കർത്താവേ ഞാൻ പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേ കയറി അട്ടിപ്പിണരുകളാൽ സൗഖ്യം തന്ന കർത്താവേ, ഈ രാത്രി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേൽ സൗഖ്യത്തിന്റെ ശക്തി നീട്ടപ്പെടട്ടെ. കർത്താവേ എളിയദാസൻ, ബുദ്ധി വൈകല്യങ്ങളുള്ള, ബുദ്ധി കുറവുകളുള്ള, പുറകിപ്പോയ ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ അവരുടെ ഭൗതിക മണ്ഡലം തുറക്കട്ടെ. പേടിയാ കർത്താവേ, ഉറക്കക്കുറവ്, ഇൻസോമാനിയ, രാത്രി ഉറക്കം വരാതെ പേടിച്ച് ഭയപ്പെടുന്ന ചിലർ, ഞാനോ സമാധാനത്തോടെ കിടന്നുറങ്ങോ. അങ്ങല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്ന എല്ലാ മെന്റൽ ആകണി, എല്ലാ മെന്റൽ ഡിപ്രഷൻ, എല്ലാ ഫിയർ സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ അതിന്മേൽ ഞങ്ങൾ രാത്രി ജയമെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ മാനസിക ദാരിദ്ര്യത്തിന്മേൽ അപ്പന്റെ കൃപ അനുഭവിക്കട്ടെ. സാമ്പത്തികമായി വഴികൾ അടഞ്ഞവർക്ക് വേണ്ടി കർത്താവിന്റെ കൃപ ചൊരിയപ്പെടട്ടെ. പിതാവേ ഞങ്ങൾ അത്ഭുതം ചെയ്യുന്ന ദൈവത്തോട്, വാതിൽ തുറക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. കർത്താവേ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് 100 മീറ്റർ ഓടിയാ പോരാ, ഞങ്ങൾക്ക് കർത്താവ് വരാൻ താമസിച്ച ഞങ്ങളുടെ മുമ്പിലുള്ള വേല ഓടി തീർക്കാൻ ഞങ്ങൾക്ക് കൃപ തരണേ അപ്പാ, ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ചേർന്ന് പാടാ, കൃപ തരണേ അപ്പാ, കൃപ തരണേ അപ്പാ.